ഹായ് ഓൾ, വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. ഞാൻ ബിസിനസ് ലോയിലെ യൂണിറ്റ് 12 ഡെഫിനിഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന ചാപ്റ്ററാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. നമുക്കിന്ന് പാർട്ട്ണർഷിപ്പ് എന്താണെന്നുള്ളത് കുറിച്ച് പഠിക്കാം. പാർട്ട്ണർഷിപ്പ് എന്താണ്? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം ഇന്ത്യയിൽ ഗവൺ ചെയ്യുന്നതാണ് പാർട്ട്ണർഷിപ്പ്. ഈ ആക്റ്റിൽ എന്തൊക്കെയാണ് പറയണത്? അതായത് റിലേറ്റീവ് ഫോർമേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോർമേഷന്, അവരുടെ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, അതേപോലെ അവരുടെ ലയബിലിറ്റീസ്, പിന്നെ ഡിസൊല്യൂഷൻ ഓഫ് ഫേം, ഇതിനെക്കുറിച്ചാണ് ഈ പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. In simple words, partnership is an association of persons who have agreed to share the profits of business. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, അതായത് ഒരു ആളുകളുടെ കൂട്ടായ്മയാണ്. അതിൽ രണ്ടിലധികമോ ആളുകളുള്ള ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ത് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അവരതിൽ എന്ത് ചെയ്യുന്നു? അവരെ പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യുന്നു. Next, the person who entered into partnership with one another are individually called partner, collectively firm, and the name under which their business is carried on called firm's name. അതായത് ഈ പാർട്ട്ണർഷിപ്പിക്ക് എൻ്റർ ചെയ്ത പാർട്ട്നേഴ്സിനെ നമ്മൾ പറയണതാണ് ഇൻഡിവിജ്വലി അവരെ പറയുന്ന പേരാണ് പാർട്ട്ണർ എന്നും, അവർ ഒന്നിച്ചുള്ളതിനെ കളക്റ്റീവ്ലി അവരെ പറയണത് ഫേം എന്നും, അതേപോലെ അവരുടെ ബിസിനസ്സിനെ എന്താണോ ബിസിനസ് ക്യാരി ചെയ്യുന്നത് ആ ബിസിനസ്സിൻ്റെ നെയിമിലൂടെയാണ് അറിയണത്, അതായത് ഫേംസ് നെയിം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഹാസ് ഡിഫൈൻഡ് partnership as partnership is the relation between two or more persons who have agreed to share the profits of business carried on by all or any of them acting for all. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിലധികമോ ആൾക്കാർ അവരുടെ പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യുക എന്നുള്ള എഗ്രിമെൻറ്റോട് കൂടി തുടങ്ങിയൊരു ബിസിനസ്സിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇതിലെങ്ങനെയാണ്? ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ആയിരിക്കും നന്നായി ആക്റ്റീവ്, ചിലപ്പോൾ എല്ലാവരും കൂടെ ആ ബിസിനസ്സിൽ ഇൻവോൾവ് ആകും. അതാണ് ആക്ടിങ് ബൈ ഓൾ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ചിലപ്പോൾ എല്ലാ പാർട്ട്നേഴ്സും ബിസിനസ്സിൽ ഇൻവോൾവ് ആവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ആയിരിക്കും പെർഫോം ചെയ്യുക. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് 2 or more persons. It must arise out of an agreement. The agreement must be to carry on a business. The agreement must be to share the profits of the business. The business must be carried on by all or any of them acting for all. ഫസ്റ്റ് പോയിന്റ് എന്താണ്? 2 or more person. അതാണ്. നമുക്ക് ഇനി ഇതിലത്തെ ഓരോ പോയിന്റും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ 2 or more person. ഇതൊരു നമ്മൾ പാർട്ട്ണർഷിപ്പിൽ എങ്ങനെയാണ് ഇരിക്കണം? രണ്ടിലധികമോ ആളുകൾ ഉണ്ടായിരിക്കണം. 2ൽ കുറവായാൽ എങ്ങനെയാണ്? അത് വിൽ ബി ഇല്ലീഗലായി മാറും. അതായത് ഇപ്പോൾ സെക്ഷൻ 4 അത് ഇല്ലീഗലായി മാറും. 2ൽ കൂടുതലായാലും 2ൽ കുറവായാലും എന്താവും? അത് ഇല്ലീഗലാവും. അതേപോലെ മാക്സിമം എന്ന് പറയുന്നത് സെക്ഷൻ 10 ഓഫ് കമ്പനീസ് 2014 പ്രകാരം 50ക്ക് മുകളിലായാൽ ഇറ്റ് വിൽ ബി ഇല്ലീഗൽ. ആൻഡ് സെക്ഷൻ 464 ഓഫ് 2013 ആക്ട് പ്രകാരം 100ന് മുകളിലായാൽ ഇല്ലീഗലാണെന്നാണ് പറയണത്. ഇനി നെക്സ്റ്റ് പറയണതാണ് എഗ്രിമെൻറ്റ്. ഈ പാർട്ട്ണർഷിപ്പ് ഉണ്ടാകുന്നത് തന്നെ എങ്ങനെയാണ്? ഒരു എഗ്രിമെൻറ്റ് വഴിയാണ്. അതാണ് നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത്. ഇനി അടുത്തതാണ് ദ എഗ്രിമെന്റ് മസ്റ്റ് ബി ടു ക്യാരി ഓൺ എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ പേരിലായിരിക്കണം നമ്മുടെ പാർട്ട്ണർഷിപ്പ് ക്യാരി ചെയ്യണത്. ഒരു ബിസിനസ്സിൻ്റെ പേരുണ്ടായിരിക്കണം. ക്യാരിയിങ് ഓൺ സം ബിസിനസ്. മെയിനായിട്ട് നമ്മൾ അതാണ് നോട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? റിലീജിയസോ സോഷ്യലോ ആയിട്ടുള്ളതൊന്നും ബിസിനസ്സിൽ ഇൻവോൾവ് ആവില്ല. അതായത് ഇനി ഒക്യുപ്പേഷന്, പ്രൊഫഷന്, ട്രേഡ് ഇങ്ങനെയുള്ളതൊക്കെയാണ് ബിസിനസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അടുത്തതാണ് ദ എഗ്രിമെന്റ് മസ്റ്റ് ബി ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിലുള്ള പ്രോഫിറ്റ്സ് എന്ത് ചെയ്യണം? അവർ പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യും. പ്രോഫിറ്റ്സ് മാത്രമല്ല, അതേപോലെ ലോസും ഷെയർ ചെയ്യും. എങ്ങനെ? അവർ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ള റേഷ്യോക്ക് അനുസരിച്ചാണ് അവരെന്ത് ചെയ്യുക? പ്രോഫിറ്റ്സും ലോസും ഒക്കെ ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ആണ് ദ ബിസിനസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് ചിലപ്പോൾ എല്ലാ പാർട്ട്നേഴ്സും ഒരേപോലെ പെർഫോം ചെയ്യും. ചിലപ്പോൾ ഒരാളായിരിക്കും ആക്റ്റീവ് പാർട്ട്ണർ, ബാക്കിയുള്ളവരൊക്കെ സൈലന്റ് പാർട്ട്നേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയും ബിയും സിയും എന്ന് പറയുന്നത് കമ്പനിയുടെ പാർട്ട്നേഴ്സാണ്. ഇപ്പോൾ എ ആണ് കമ്പനിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 3 പേരും എന്ത് ചെയ്യും?
പെർഫോം ചെയ്യും. അതായത് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ചിലപ്പോൾ എ മാത്രമായിരിക്കും പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ ബി ആയിരിക്കും പെർഫോം ചെയ്യുക, ചിലപ്പോൾ സി ആയിരിക്കും പെർഫോം ചെയ്യുക. അതാണ് ക്യാരിഡ് ഓൺ ബൈ ഓൾ. ചിലപ്പോൾ എല്ലാവരും കമ്പനിയിൽ പെർഫോം ചെയ്യും, അല്ലെങ്കിൽ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കും പെർഫോം ചെയ്യുക. അതാണ് ഈ പോയിന്റ് പറഞ്ഞത്. ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പാർട്ട്ണർഷിപ്പ് എന്താന്ന് പറഞ്ഞു, അതേപോലെ പാർട്ട്ണർഷിപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. രണ്ടിലധികം ആളുകൾ ഉണ്ടായിരിക്കണം, എഗ്രിമെൻ്റ് ആവണം, അതൊരു ബിസിനസ്സിൻ്റെ പേരിൽ ക്യാരി ചെയ്യണതായിരിക്കണം, അതേപോലെ അവർ പ്രോഫിറ്റ്സ് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. എങ്ങനെ? എഗ്രിമെൻറ്റിൽ പറഞ്ഞ പ്രകാരമായിരിക്കണം. അവർ പ്രോഫിറ്റ്സ് ആയാലും ലോസ് ആയാലും ആ റേഷ്യോയിലായിരിക്കും അവർ ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ ദ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ടെസ്റ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. ടെസ്റ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സവറലാണ്. ചിലപ്പോൾ ക്രെഡിറ്റേഴ്സിന് ഡ്യൂ എമൗണ്ട് ഉണ്ടാവും, പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് അവർക്ക് കിട്ടാനുള്ള എമൗണ്ട് ഉണ്ടാവും. അത് ക്രെഡിറ്റർ എന്ത് ചെയ്യും? പാർട്ട്ണറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ പാർട്ട്ണർ ചിലപ്പോൾ എന്ത് പറയും? ഡിനേ ചെയ്യും. ഞാൻ പാർട്ട്ണർ അല്ല എന്നുള്ളത് എന്ത് ചെയ്യും? പാർട്ട്ണർ ക്രെഡിറ്ററിനോട് ഡിനേ ചെയ്യും. ആ സാഹചര്യത്തിൽ ക്രെഡിറ്റർക്ക് ഇയാൾ പാർട്ട്ണർ ആണ് എന്നുള്ളത് എന്ത് ചെയ്യും? പ്രൂവ് ചെയ്യേണ്ടി വരും. അതാണ് ടെസ്റ്റ് ഓഫ് പാർട്ട്ണർഷിപ്പിൽ പറയണത്. പിന്നെ നെക്സ്റ്റ് പറയണത്, ഇഫ് എ പേഴ്സൺ ഹാസ് ബീൻ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ് ഹി ഈസ് നോർമലി റിഗാർഡഡ് ആസ് എ പാർട്ട്ണർ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ട്രൂ ഇൻ ഓൾ കേസസ്. അതായത് ചിലപ്പോൾ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ്സിൽ ഒരു ഷെയർ എന്ത് ചെയ്യണം? കൊടുക്കേണ്ടി വരും. അതിനർത്ഥം അയാൾ ബിസിനസ്സിൻ്റെ പാർട്ട്ണർ ആണെന്നല്ല. എന്നാൽ അങ്ങനത്തെ കുറച്ച് കേസസ് ആണ് നമ്മൾ നെക്സ്റ്റ് പറയണത്. എന്തൊക്കെ കേസുകളിലാണ് നമ്മൾ ബിസിനസ്സിൻ്റെ ഷെയർ പ്രോഫിറ്റ്സ് ആളുകൾക്ക് കൊടുക്കേണ്ടി വരുന്നത്, ഏതൊക്കെ കേസാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് പറയണത്. Creditors of the firm who own having lent money to the firm may agree to take a share in profits. അതായത് ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും. ക്രെഡിറ്റേഴ്സിന് ചിലപ്പോൾ നമ്മൾ മണി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പ്രോഫിറ്റ്സിൻ്റെ ഷെയറിൽ നിന്നും, ബിസിനസ്സിലുള്ള പ്രോഫിറ്റ്സിൻ്റെ ഷെയറിൽ നിന്നൊരു ഭാഗമാണ് നമ്മൾ ആർക്ക് കൊടുക്കുക? ക്രെഡിറ്റേഴ്സിന് കൊടുക്കുക. അടുത്തത്, ദ വിഡോ ഓർ ചൈൽഡ് ഓഫ് ഡിസീസ്ഡ് പാർട്ട്ണർ ഹൂ റിസീവ് ഷെയർ ഓഫ് പ്രോഫിറ്റ്സ് ഓഫ് ബിസിനസ് ആസ് ആന്യൂറ്റി. അതായത് നമ്മുടെ പാർട്ട്ണറിലെ വിഡോയോ അല്ലെങ്കിൽ അവരുടെ ചൈൽഡോ, അല്ലെങ്കിൽ ഈ ഡിസീസ്ഡ് പാർട്ട്ണറിൻ്റെ വിഡോയോ അല്ലെങ്കിൽ ചൈൽഡോ, അങ്ങനെയുള്ളവരെന്ത് ചെയ്യും? പ്രോഫിറ്റ്സിൻ്റെ ഷെയറിലൊരു ഭാഗം ആന്യൂറ്റി ആയിട്ട് അവർക്ക് കിട്ടും. ഈ വിഡോക്കോ അല്ലെങ്കിൽ ചൈൽഡിനോ, ഡിസീസ്ഡ് പാർട്ട്ണർ, ഈ ബിസിനസ്സിലെ പാർട്ട്ണറിൻ്റെ വിഡോ അല്ലെങ്കിൽ ചൈൽഡിന് എന്ത് കിട്ടും? ആന്യൂറ്റി ആയിട്ട് ഓരോ പ്രോഫിറ്റ്സിൻ്റെ ഒരു ഭാഗം, ഒരു ഷെയർ അവർക്കും കിട്ടും. പിന്നെ എ പേഴ്സൺ റിസീവിങ് എ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ കൺസിഡറേഷൻ ഓഫ് സെയിൽ ഓഫ് ബിസിനസ് ഓർ ഗുഡ് വിൽ ഓഫ് ദ ബിസിനസ് ദാറ്റ് ഹി ഹാസ് സോൾഡ് ടു ദ ഫേം. അതായത് ബിസിനസ്സിൽ വിറ്റിട്ടുള്ള ഗുഡ് വില്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കൺസിഡർ ചെയ്തിട്ട് ആ ഫേമിൻ്റെ പ്രോഫിറ്റിലൊരു ഭാഗം ഷെയർ എന്ത് ചെയ്യും? അവിടെയുള്ള പേഴ്സൺ എന്ത് ചെയ്യാം? റിസീവ് ചെയ്യാം. നെക്സ്റ്റ്, എ സർവൻറ്റ് ഓർ ആൻ ഏജൻറ്റ് റിസീവിങ് ഷെയർ ഇൻ ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ബിസിനസ് ഇൻ കൺസിഡറേഷൻ ഓഫ് അസോസിയേഷൻ വിത്ത് ദ ഫേം. ഫേമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സിൽ പ്രോഫിറ്റ്സിൻ്റെ ഷെയറിൽ ഒരു ഭാഗം ആർക്കും റിസീവ് ചെയ്യാം? സർവൻറ്റിനോ അല്ലെങ്കിൽ ഏജൻറ്റിനോ റിസീവ് ചെയ്യാം. അടുത്ത നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയണത്. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം, ബോറോ മണി ഫ്രം സി who lends it on the condition that he will take 10% share in profits and have the right to inspect the books of accounts. Despite these factors, C cannot be regarded as a partner because there was no intention to associate C as a partner. ഇതിൽ എന്താ പറയണത്? എയും ബിയും പാർട്ട്ണറാണ്. ഈ എയും ബിയും എന്ത് ചെയ്തു? സിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് എന്ത് ചെയ്തു? കടമായിട്ട് വാങ്ങി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സി എന്ത് ചെയ്തു? അവർക്കൊരു കണ്ടീഷൻ വെച്ചു. 10% ഓഫ് ഷെയർ എന്ത് ചെയ്യണം? അയാൾക്ക് കൊടുക്കണം എന്നാണ് കണ്ടീഷൻ വെച്ചത്. ഈ സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞ എന്താണ്? എയും ബിയും ആണ് പാർട്ട്ണർ. ഇപ്പോൾ സിക്ക് ഷെയറിൻ്റെ ഒരു ഭാഗം കൊടുത്തു എന്ന് വെച്ചിട്ട് സി എന്തല്ല? അവരുടെ പാർട്ട്ണർ അല്ല, ക്രെഡിറ്ററാണ് അതിൽ. അതാണ് നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് പോയിന്റിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഈ പറഞ്ഞത് വരിക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ഉള്ളതാണ് പാർട്ട്ണർഷിപ്പ് ആൻഡ് കോ ഓണർഷിപ്പ്. ആദ്യം നമുക്ക് പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടിലധികം ആളുകൾ ഒരു ഷെയർ ഓഫ് പ്രോഫിറ്റ് എഗ്രിമെൻറ്റിലൂടെ ഒരു തുടങ്ങുന്ന ബിസിനസ്സിനെയാണ് എന്ത് പറയുന്നത്? പാർട്ട്ണർഷിപ്പ് എന്ന് പറയണത്. നെക്സ്റ്റ് പറയണതാണ് കോ ഓണർഷിപ്പ്. ഇനി കോ ഓണർഷിപ്പ് നമുക്ക് എന്താണെന്ന് നോക്കാം.
two or more persons own some property jointly and share its income does not mean that they are partners. They are called owners. അതോ രണ്ടോ രണ്ടിലധികം ആളുകൾ ജോയിൻ്റായിട്ട് അവരൊരു പ്രോപ്പർട്ടി ഓൺ ചെയ്യാണ്, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതിന് അവർക്ക് എന്തുണ്ട്, ഇൻകം ഷെയർ ചെയ്യേണ്ട അവർ തമ്മിൽ. അതിനർത്ഥം അവരെന്താണെന്നല്ല, പാർട്ട്നേഴ്സ് ആണെന്നല്ല, അവരെന്താണ്, കോ ഓണേഴ്സാണ് പറയുക. അതായത് ഒരു പ്രോപ്പർട്ടി വാങ്ങി അതിൻ്റെ ഇൻകം അവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം അവരെന്തല്ല, പാർട്ട്ണർ അല്ല, ദേ ആർ കോ ഓണേഴ്സ്. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാണ്. സൺ ഹൂ ഇൻഹെറിറ്റ്സ് പ്രോപ്പർട്ടി ഫ്രം ദ ഫാദർ ആർ നോട്ട് പാർട്ട്നേഴ്സ് though the property were to managed jointly and its income shared by them. Such relationship is regarded as co-ownership. അതായത് ഇപ്പോൾ മകന് അച്ഛനിൽ നിന്നും കുറച്ച് പ്രോപ്പർട്ടി കിട്ടി, അതെന്ത് ചെയ്യുന്നുണ്ട്, അത് അവർ രണ്ടുപേരും കൂടെ എന്താണ് മാനേജ് ചെയ്യാണ്, എന്നിട്ട് അതിൻ്റെ ഇൻകം അവരെന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യണം. അച്ഛനും മകനും ആ ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യാണ്. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെ എന്താ പറയണത്, കോ ഓണർഷിപ്പ് എന്നാണ് പറയുന്നത്. എങ്കിൽ ഇഫ് ഹൗവർ ദ സൺസ് എൻ്റർ ഇൻ ടു ആൻ എഗ്രിമെൻറ്റ് ടു റൺ എ കോഫി ഹൗസ് ഇൻ ദാറ്റ് ബിൽഡിംഗ് ആൻഡ് ഷെയർ ദി ഇൻകം ദെയർ ഓഫ്, ദേ വിൽ ബി റിഗാർഡ് ആസ് പാർട്ട്നേഴ്സ്. എന്നാൽ വേറൊരു കേസ് പറയുകയാണെങ്കിൽ മകൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എഗ്രിമെൻറ്റ് പ്രകാരം ഒരു ബിൽഡിങ്ങിൽ, അവിടെയുള്ള ബിൽഡിങ്ങിൽ ഒരു കോഫി ഹൗസ് തുടങ്ങിയിട്ട് അവിടുത്തെ ഇൻകം അവരെന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനെന്താ പറയുക, അപ്പോൾ അവരെന്താണ്, പാർട്ട്നേഴ്സാണ്, കോ ഓണേഴ്സ് അല്ല. അതൊരു എഗ്രിമെൻ്റ് വഴി അവർ ഫോം ചെയ്ത് അവിടുത്തെ ഇൻകം അവർ ഷെയർ ചെയ്ത് അങ്ങനെയുള്ളതിനെ അവരെന്താ പറയുക, പാർട്ട്നേഴ്സ് എന്നാ പറയുക. അപ്പോൾ നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്താന്ന് പറഞ്ഞു, അതേപോലെ തന്നെ കോ ഓണർഷിപ്പ് എന്താന്ന് പറഞ്ഞു. കോ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടോ രണ്ടിലധികം ആളുകൾ ഒരു പ്രോപ്പർട്ടി ജോയിൻ്റ്ലി ആയിട്ട് ഓൺ ചെയ്യുക, എന്നിട്ട് അവിടുത്തെ ഇൻകം എന്ത് ചെയ്യുക, അവർ ഷെയർ ചെയ്യുക. അതിനർത്ഥം അവർ പാർട്ട്നേഴ്സ് ആണെന്നല്ല, അവർ പറയുന്ന പേരാണ് കോ ഓണേഴ്സ് എന്ന്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ കോ ഓണർഷിപ്പ് ആൻഡ് പാർട്ട്ണർഷിപ്പ്. കോ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോട്ട് നെസസറിലി ദ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ്. കോ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻറ്റിൻ്റെ റിസൾട്ട് അല്ല. കോ ഓണർഷിപ്പ് ഒരു എഗ്രിമെൻറ്റിൻ്റെ ആവശ്യമില്ല നമുക്ക് എന്തിൽ, കോ ഓണർഷിപ്പിലാണെങ്കിൽ. എന്നാൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ്. അതൊരു എഗ്രിമെൻറ്റിൻ്റെ റിസൾട്ടാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പിൽ നമുക്ക് എന്ത് വേണം, ഒരു എഗ്രിമെൻറ്റ് വേണം. നെക്സ്റ്റ്, ഡസ് നോട്ട് നെസസറിലി ഇൻവോൾവ് പ്രോഫിറ്റ് ഓർ ലോസ്. കോ ഓണർഷിപ്പിൽ പ്രോഫിറ്റോ ലോസോ ഒന്നും എന്താണ്, ഇൻവോൾവ് അല്ല. അതിൻ്റെ ഒന്നും ആവശ്യം എന്തിലില്ല, കോ ഓണർഷിപ്പിലില്ല. എന്നാൽ പാർട്ട്ണർഷിപ്പിൽ നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യണത് എന്തിനാണ്, ഒരു പ്രോഫിറ്റ്സ് ഉണ്ടാവാനായിട്ട്. അപ്പോൾ പ്രോഫിറ്റും ലോസും എന്തിലുണ്ട്, പാർട്ട്ണർഷിപ്പിലുണ്ട്. നെക്സ്റ്റ്, വൺ കോ ഓണർ ക്യാൻ വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദി അതേഴ്സ് ട്രാൻസ്ഫർ ഹിസ് ഇൻട്രസ്റ്റ് ടു സ്ട്രേഞ്ചർ. ഒരു കോ ഓണർക്ക് മറ്റൊരു കോ ഓണറിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ വേറൊരു സ്ട്രേഞ്ചർക്ക് അയാളെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ കഴിയും, ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. എന്നാൽ ഒരു പാർട്ട്ണർക്ക് അതിന് കഴിയില്ല. പാർട്ട്ണർക്ക് മറ്റു പാർട്ട്ണറിൻ്റെ സമ്മതമല്ലാതെ അയാളെ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയൂല. നെക്സ്റ്റ്, എ കോ ഓണർഷിപ്പ് ഡസ് നോട്ട് നെസസറിലി എക്സിസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഗെയിൻ. കോ ഓണർഷിപ്പിൽ അങ്ങനെ ഒരു ഗെയിനിൻ്റെ ആവശ്യകതയൊന്നും ഇല്ല. എന്നാൽ ഒരു പാർട്ട്ണർഷിപ്പിൽ എന്തുണ്ട്, ഗെയിനിൻ്റെ ആവശ്യമുണ്ട്. നോ അതർ പർപ്പസ്, മറ്റൊരു പർപ്പസിന് വേണ്ടിയിട്ടല്ല, ഗെയിനിനൊക്കെ വേണ്ടിയിട്ടാണ് പാർട്ട്ണർഷിപ്പ് ഉള്ളത്. അടുത്തത്, നോ മാക്സിമം ലിമിറ്റ് ഓഫ് കോ ഓണേഴ്സ്. കോ ഓണേഴ്സിന് എത്ര വേണമെങ്കിലും കോ ഓണേഴ്സ് ഉണ്ടാവും, അതിനൊരു മാക്സിമം ലിമിറ്റ് ഇല്ല. എന്നാൽ പാർട്ട്ണർഷിപ്പ് മാക്സിമം ലിമിറ്റ് ഓഫ് പാർട്ട്നേഴ്സ് ഈസ് 50. പാർട്ട്ണർഷിപ്പിൽ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 50 ആണ്. നെക്സ്റ്റ്, ഡസ് നോട്ട് നെസസറിലി ഇൻവോൾവ് ക്യാരിങ് ഓൺ ഓഫ് എ ബിസിനസ്. കോ ഓണർഷിപ്പിൽ ഒരു ബിസിനസ് ക്യാരി ചെയ്യണം എന്നില്ല. അതായത് ഒരു ബിസിനസ് ക്യാരി ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കണം എന്നില്ല കോ ഓണർഷിപ്പ്. എന്നാൽ പാർട്ട്ണർഷിപ്പ് നമ്മൾ പറഞ്ഞു അവിടെ ദർ മസ്റ്റ് ബി എ ബിസിനസ്, ഒരു ബിസിനസ് എന്തായാലും എന്തിരിക്കണം, പാർട്ട്ണർഷിപ്പിൽ ഉണ്ടായിരിക്കണം. എന്നാൽ കോ ഓണർ ഹാസ് ദ റൈറ്റ് ടു ക്ലെയിം പാർട്ടീഷൻ ഓഫ് പ്രോപ്പർട്ടി ഓൺഡ് വിത്ത് അതർ കോ ഓണേഴ്സ്. അതായത് കോ ഓണർക്ക് എന്തുണ്ട്, റൈറ്റ് ഉണ്ട്, പാർട്ടീഷൻ ഓഫ് പ്രോപ്പർട്ടി, മറ്റു കോ ഓണേഴ്സിൻ്റെ പ്രോപ്പർട്ടി പാർട്ടീഷൻ ചെയ്യാനുള്ള മറ്റു കോ ഓണേഴ്സിൻ്റെ മറ്റു കോ ഓണേഴ്സിൻ്റെ പ്രോപ്പർട്ടി പാർട്ടീഷൻ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, കോ ഓണർക്കുണ്ട്. എന്നാൽ എ പാർട്ട്ണർ ഹാസ് നോ സച്ച് റൈറ്റ്. പാർട്ട്ണർക്ക് അങ്ങനെയുള്ള റൈറ്റ് ഇല്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പ് ആൻഡ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ഈസ് എ യൂണിക് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ പ്രിവൈലിംഗ് ഓൺലി ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു യൂണിക് ഫോം ഓഫ്
ഓർഗനൈസേഷൻ ആണ് എന്ത് ജോയിന്റ് ഹിന്ദു ഫാമിലി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ബിസിനസ് വിച്ച് ബിലോങ്സ് ടു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആൻഡ് ഈസ് ഗവേൺഡ് ബൈ ദ പ്രൊവിഷൻസ് ഓഫ് ഹിന്ദു ലോ. അതായത് ഈ ബിസിനസ് HUFന്റെ ഉടമസ്ഥതയിലുള്ളതും അതേപോലെ ഹിന്ദു ലോ ഗവേൺ ചെയ്യുന്നതുമാണ് എന്ത് ജോയിന്റ് ഹിന്ദു ഫാമിലി എന്ന് പറയണത്. ഇത് ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന യൂണിക് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ഇത് ഗവേൺ ചെയ്യണത് ഏതാണ് ഹിന്ദു ലോ ആണ് ഗവേൺ ചെയ്യണത്. ഈ ഹിന്ദു ലോയില് 2 സ്കൂളുകളാണ് നമ്മൾ പറയണത്. ഒന്ന് മിതാക്ഷര, സെക്കൻഡ് ദയാഭാഗ. മിതാക്ഷര എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ദ ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ബംഗാൾ ആൻഡ് ആസാം. ബംഗാളും ആസാമും ഒഴികെയുള്ള ഇന്ത്യയിലുള്ള ബാക്കിയുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഇതെന്താണ് അപ്ലിക്കബിൾ ആണ്. ആൻഡ് അതേപോലെ അക്കോർഡിംഗ് ടു ദിസ് എ ഹിന്ദു ഇൻഹെറിറ്റ്സ് പ്രോപ്പർട്ടി ഫ്രം ഹിസ് ഫാദർ, ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഈ സ്കൂൾ പ്രകാരം ഒരു ഹിന്ദുവിന് അവരുടെ ഈ പ്രോപ്പർട്ടി ലഭിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ അച്ഛനിൽ നിന്ന്, മുത്തശ്ശനിൽ നിന്ന്, മുതുമുത്തശ്ശനിൽ നിന്ന്, അങ്ങനെ പാരമ്പര്യമായിട്ടാണ് അവർക്ക് ഈ പ്രോപ്പർട്ടി ലഭിക്കുന്നത്. അതേപോലെ തന്നെ ദേ ആർ കാൾഡ് കോ പാർട്ട്നേഴ്സ്. സീനിയർ മോസ്റ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി ഈസ് കാൾഡ് കർത്ത. അതായത് ഇവരുടെ ഫാമിലിയിൽ സീനിയർ മോസ്റ്റ് പേഴ്സണെ പറയുന്ന പേരാണ് കർത്ത. ബാക്കിയുള്ള മെമ്പേഴ്സ് ഉണ്ടാവില്ലേ, അവരെയൊക്കെ പറയുന്നതാണ് കോ പാർട്ട്നേഴ്സ് എന്ന് പറയും. ഇനിയിപ്പോൾ സീനിയർ മോസ്റ്റ് പേഴ്സൺ ആയ കർത്ത എങ്ങാനും മരിക്കുകയാണെങ്കിൽ പിന്നെയുള്ള കോ പാർട്ട്നേഴ്സിൽ ഏറ്റവും സീനിയർ എൽഡർ ആയിട്ടുള്ള ആരാണോ അവരായിരിക്കും നെക്സ്റ്റ് കർത്ത. ഓക്കെ, നെക്സ്റ്റ് ദയാഭാഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഇൻ ബംഗാൾ ആൻഡ് ആസാം. നമ്മൾ പറഞ്ഞു മിതാക്ഷര അപ്ലിക്കബിൾ ആവുകയുടെ ബംഗാളും ആസാമും ഒഴികെയുള്ളിടത്താണ് മിതാക്ഷര അപ്ലിക്കബിൾ ആവുക. ആൻഡ് ദയാഭാഗ അപ്ലിക്കബിൾ ആവുക ബംഗാളിലും ആസാമിലുമാണ്. അക്കോർഡിംഗ് ടു ദിസ് മെയിൽ ഹിയേഴ്സ് ബിക്കം മെമ്പേഴ്സ് ഓൺലി ദ ഡെത്ത് ഓഫ് ദ ഫാദർ. ഈ സ്കൂൾ പ്രകാരം അച്ഛൻ്റെ മരണശേഷം മാത്രമാണ് മകന് ആ ഹെഡായിട്ടുള്ള പദവി മകന് ലഭിക്കുക. ആ ഒരു മെമ്പർ എന്നുള്ള പദവി ആ മകന് കിട്ടണമെങ്കിൽ അച്ഛൻ്റെ മരണശേഷം മാത്രമാണ്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? എന്താണ് ജോയിന്റ് ഹിന്ദു ഫാമിലി പാർട്ട്ണർഷിപ്പ് നമ്മൾ പറഞ്ഞു. അതേപോലെ ജോയിന്റ് ഹിന്ദു ഫാമിലിയാണ് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത്. ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു യൂണിക് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് എന്ത് ജോയിന്റ് ഹിന്ദു ഫാമിലി എന്ന് പറയുന്നത്. അതിലുള്ള 2 സ്കൂളുകൾ പറഞ്ഞു. നമ്മൾ ഹിന്ദു ലോ പ്രകാരമുള്ള 2 സ്കൂൾ പറഞ്ഞു, മിതാക്ഷര പറഞ്ഞു, ദയാഭാഗ പറഞ്ഞു. ഹലോ, നമ്മൾ ഇന്നലെ എന്താ ഡിസ്കസ് ചെയ്തത്? പാർട്ട്ണർഷിപ്പും ജോയിന്റ് ഹിന്ദു ഫാമിലിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോയിന്റ് ഹിന്ദു ഫാമിലിൻ്റെ ഫീച്ചേഴ്സാണ്. അതായത് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ജോയിന്റ് ഹിന്ദു ഫാമിലി. ഫസ്റ്റ് പോയിന്റ് എന്താ പറയണത്? ബിസിനസ് ഈസ് മാനേജ്ഡ് ബൈ ദ സീനിയർ മെമ്പർ ഓഫ് ദ ഫാമിലി കാൾഡ് കർത്ത. അതർ മെമ്പേഴ്സ് ഡു നോട്ട് ഹാവ് ദ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് ദ ഫേം. അതായത് ജോയിന്റ് ഹിന്ദു ഫാമിലിയിൽ ബിസിനസ് മാനേജ് ചെയ്യണത് ആരാണ്? ഒരു മെയിൻ ഹെഡ് നമ്മൾ ആരാന്ന് പറഞ്ഞത്? കർത്ത. അതെ, കർത്തയാണ് ഓരോ മെയിൻ ഹെഡ് എന്ന് പറയുന്നത്. അയാളായിരിക്കും ഓരോ ബിസിനസ് എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. ബാക്കിയുള്ളവർ അതായത് അതർ മെമ്പേഴ്സിന് പറയുന്ന പേരെന്താ? നമ്മൾ പറഞ്ഞത് കോ പാർട്ട്നേഴ്സ്. ഓർക്ക് എന്താണ്? അതർ മെമ്പേഴ്സിന് ഈ മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഒരു മെയിൻ ഹെഡിനാണ് എന്ത് മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്. അതർ മെമ്പേഴ്സ് കാനോട്ട് ക്വസ്റ്റ്യൻ ദ അതോറിറ്റി ഓഫ് കർത്ത. കർത്തന്റെ അധികാരത്തെക്കുറിച്ച് കോ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയൂല എന്നാ പറയണത്. അതർ മെമ്പേഴ്സ് കാനോട്ട് ക്വസ്റ്റ്യൻ ദ അതോറിറ്റി ഓഫ് കർത്ത. കർത്തന്റെ അവകാശത്തെ പറ്റി മറ്റുള്ള കോ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, ചോദ്യം ചെയ്യാൻ പറ്റില്ല. അടുത്തതാണ് കർത്ത ഹാസ് ദ പവർ ടു ബോറോ ഫണ്ട്സ് for the business. The liability of Karta is unlimited, whereas the co-partners are liable on to the extent of their share in the business. കർത്ത ഹാസ് ദ പവർ ടു ബോറോ ഫണ്ട്സ് ഫോർ ദ ബിസിനസ്. ബിസിനസ്സിന് വേണ്ടിയിട്ട് കർത്തയാണ് ഒരു മെയിൻ മെമ്പറാണ് എന്ത് ഫണ്ട് ബോറോ ചെയ്യണത്, കടെടുക്കുന്നത്. ദ ലയബിലിറ്റി ഓഫ് കർത്ത ഈസ് അൺലിമിറ്റഡ്. കർത്തയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അൺലിമിറ്റഡ് ആണ്. എത്രയും അയാളുടെ ഷെയറിന് പുറമേ അയാൾക്ക് എന്തുണ്ടാവും, ലയബിലിറ്റി ഉണ്ടാകും. അയാളതൊക്കെ എന്ത് ചെയ്യണം, വല്ല കട നമുക്ക് വന്നാൽ അയാൾ അതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, വീട്ടേണ്ടി വരും. കർത്തന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. എന്നാൽ whereas the other co-partners are liable only to the extent of their share in the business. co-partners അതർ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എങ്ങനെയാ പറയണത്? അവരുടെ ഷെയർ എത്രയാണോ ആ ബിസിനസ്സിലുള്ളത് അത്ര മാത്രമേ അവരുടെ ലയബിലിറ്റി വരുള്ളൂ. അതായത് കട എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഷെയർ എത്ര അതിലുണ്ടോ അതേ അവരുടെ കട ആയിട്ടും വരുള്ളൂ. നെക്സ്റ്റ്, the death of any member of the family does not dissolve the business of the family. ഫാമിലിയിലുള്ള ഏതെങ്കിലും ഒരാളുടെ മരണ കാരണം നമ്മളെ ഓർഗനൈസേഷൻ തന്നെ ബിസിനസ് തന്നെ എന്തോ നിർത്തി വെക്കണ്ട എന്നാ പറയണത്.
ദ ഡെത്ത് ഓഫ് എനി മെമ്പർ ഓഫ് ദ ഫാമിലി ഡസ് നോട്ട് ഡിസോൾവ് ദ ബിസിനസ് ഓഫ് ദ ഫേം. ആരുടെയും മരണ കാരണം ബിസിനസ് ഡിസോൾവ് ആവില്ല എന്നാ പറയണത്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് വിട്ടുപോയി. ഇഫ് ദ കർത്ത ഹാസ് മിസ്അപ്രോപ്രിയേറ്റഡ് ദ ഫണ്ട്സ് ഓഫ് ദ ബിസിനസ് ഹി ഹാസ് ടു കോമ്പൻസേറ്റ് ദ അതർ കോ പാർട്ട്നേഴ്സ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ ഷെയർസ് ഇൻ ദ ജോയിന്റ് പ്രോപ്പർട്ടി. അതായത് ബിസിനസ്സിലുള്ള ഫണ്ടിനെ കർത്ത മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ, കോ പാർട്ട്നേഴ്സിന് എത്ര ഷെയർ ഉണ്ടോ ആ കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ അത്ര വരെ ഈ കർത്ത അവർക്ക് എന്ത് ചെയ്യണം, ആ എമൗണ്ട് കർത്ത അവർക്ക് കൊടുക്കണം. ഒരു എത്ര ഷെയർ ഉണ്ടോ കമ്പനിയിലെങ്കിൽ അത് ഈ കർത്ത കോ പാർട്ട്നേഴ്സിന് കൊടുക്കണം. ലാസ്റ്റ് പോയിന്റ് ആണ്, ത്രൂ മ്യൂച്വൽ എഗ്രിമെന്റ് ദ ജോയിന്റ് ഹിന്ദു ഫാമിലി ഫേം ക്യാൻ ബി ഡിസോൾവ്. മ്യൂച്വൽ എഗ്രിമെന്റ് വഴി മാത്രമേ ജോയിന്റ് ഹിന്ദു ഫാമിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് ജോയിന്റ് ഹിന്ദു ഫാമിലി ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിഫറൻസ് ആണ് പറയണത്. ഡിഫറൻസ് ബിറ്റ്വീൻ പാർട്ട്ണർഷിപ്പ് ആൻഡ് ജോയിന്റ് ഹിന്ദു ഫാമിലി. നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് പറഞ്ഞു, ജോയിന്റ് ഹിന്ദു ഫാമിലി എന്താണെന്ന് പറഞ്ഞു. ഇനി ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയണത്. ഫസ്റ്റത്തെ പോയിന്റ് നോക്കാം, ക്രിയേഷൻ്റെ കാര്യത്തിൽ പാർട്ട്ണർഷിപ്പും ജോയിന്റ് ഹിന്ദു ഫാമിലിയും എങ്ങനെയാണ്? കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ബൈ ആൻ എഗ്രിമെന്റ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യണത് എങ്ങനെയാണ്? അതൊരു എഗ്രിമെന്റ് വഴിയാണ് പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യണത്. എന്നാൽ ജോയിന്റ് ഹിന്ദു ഫാമിലി നോ എഗ്രിമെന്റ് ഈസ് നീഡഡ്. ജോയിന്റ് ഹിന്ദു ഫാമിലിക്ക് ഒരു എഗ്രിമെന്റിന്റെ ആവശ്യമില്ല. അത് ബൈ ഇറ്റ്സ് ബർത്തോടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ജോയിന്റ് ഹിന്ദു ഫാമിലി നമ്മൾ അംഗമാവും. നെക്സ്റ്റ് റെഗുലേറ്റിംഗ് ലോ. പാർട്ട്ണർഷിപ്പിൽ റെഗുലേറ്റ് ചെയ്യണത് എങ്ങനെയാണ്? പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമാണ് പാർട്ട്ണർഷിപ്പ് റെഗുലേറ്റ് ചെയ്യണത്. നിയമം റെഗുലേറ്റ് ചെയ്യണത് എങ്ങനെയാണ്? പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരവും, അതേപോലെ ജോയിന്റ് ഹിന്ദു ഫാമിലി ഗവേൺഡ് ബൈ ഹിന്ദു ലോ പ്രകാരമാണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ഗവേൺ ചെയ്യണത്. അഡ്മിഷൻ ഓഫ് ന്യൂ മെമ്പർ. പാർട്ട്ണർഷിപ്പിൽ എങ്ങനെയാണ് ഒരു പുതിയ ഒരാളെ എടുക്കണ കാര്യം? പാർട്ട്ണർഷിപ്പിൽ എങ്ങനെയാണ്? നോ പേഴ്സൺ ക്യാൻ ബി അഡ്മിറ്റഡ് ടു ദ എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പ് വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് പാർട്ട്നേഴ്സ്. ഒരാളീ പാർട്ട്ണർഷിപ്പിൽ മറ്റു പാർട്ട്നേഴ്സിൻ്റെ അനുവാദമല്ലാതെ, കൺസെന്റ് ഇല്ലാതെ ഒരാളെ നമ്മൾ പാർട്ട്ണർഷിപ്പിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റൂല. എ പേഴ്സൺ ബിക്കം മെമ്പർ ഇൻ ജോയിന്റ് ഹിന്ദു ഫാമിലി മിയർലി ബൈ ഹിസ് ബർത്ത്. അതായത് ജോയിന്റ് ഹിന്ദു ഫാമിലി എങ്ങനെയാ? ജനനം തൊട്ടേ, ജനിച്ചത് മുതലേ അയാൾ ജോയിന്റ് ഹിന്ദു ഫാമിലിയിൽ ഒരു മെമ്പറായിട്ട് ആണ്. മൈനർ മെമ്പർ. പാർട്ട്ണർഷിപ്പിൽ എങ്ങനെയാണ്? മൈനർക്ക് കാനോട്ട് ബിക്കം എ മെമ്പർ. മൈനർക്ക് പാർട്ട്ണർഷിപ്പിൽ മെമ്പർ ആവാൻ കഴിയില്ല. എന്നാൽ ഒരു ജോയിന്റ് ഹിന്ദു ഫാമിലിയിൽ എങ്ങനെയാണ്? എ പേഴ്സൺ ബിക്കം കോ പാർട്ട്ണർ റൈറ്റ് ഓൺ ഹിസ് ബർത്ത്. അതായത് കോ പാർട്ട്ണർ, കർത്ത അല്ലാത്ത കോ പാർട്ട്ണർ, അതർ മെമ്പർ ഇല്ലേ, അവർക്ക് എന്തുണ്ട്? മൈനർ ആയാലും എ പേഴ്സൺ ബിക്കം കോ പാർട്ട്ണർ ഓൺ ഹിസ് ബർത്ത്. ജനനം മുതലേ ഒരു കോ പാർട്ട്ണർ ആയിട്ട് എന്തുണ്ട്? ജോയിന്റ് ഹിന്ദു ഫാമിലിയിലുണ്ട്. അടുത്ത നമ്പർ ഓഫ് മെമ്പേഴ്സ്. പാർട്ട്ണർഷിപ്പിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ്. എന്നാൽ ജോയിന്റ് ഹിന്ദു ഫാമിലി അങ്ങനെ ഒരു ലിമിറ്റ് ഒന്നുമില്ല. അടുത്ത പോയിന്റ്, അതോറിറ്റി ഓഫ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈച്ച് പാർട്ട്ണർ ക്യാൻ പാർട്ടിസിപ്പേറ്റ്. പാർട്ട്ണർഷിപ്പിൽ എല്ലാ പാർട്ട്ണർക്കും എന്ത് ചെയ്യാം? പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എന്നാൽ ജോയിന്റ് ഹിന്ദു ഫാമിലിയിൽ എങ്ങനെയാണ്? കർത്തക്കാണ് എന്തുള്ളത്? അതോറിറ്റി ഉള്ളത്. അടുത്താണ് ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ്. പാർട്ട്ണറുടെ കടം, ലയബിലിറ്റി എങ്ങനെയാണ്? അൺലിമിറ്റഡ് ആണ്. പാർട്ട്ണർഷിപ്പിൽ ലയബിലിറ്റി പറയുന്നത് അൺലിമിറ്റഡ് ആണ്. എന്നാൽ ജോയിന്റ് ഹിന്ദു ഫാമിലിയിലേക്ക് വരുമ്പോൾ കർത്തൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡും കോ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡും ആണ്. അടുത്താണ് റൈറ്റ് ടു ഡിമാൻഡ് അക്കൗണ്ട്. ഈച്ച് പാർട്ട്ണർ ഹാസ് ദ റൈറ്റ് ടു ഇൻസ്പെക്ട് ആൻഡ് കോപ്പി ദി അക്കൗണ്ട് ബുക്സ്. പാർട്ട്ണർഷിപ്പിൽ എല്ലാ പാർട്ട്ണർമാർക്കും അവരുടെ അക്കൗണ്ട് ബുക്സ് ഒക്കെ ചെക്ക് ചെയ്യാനും അത് കോപ്പി ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എന്നാൽ ജോയിന്റ് ഹിന്ദു ഫാമിലിയിൽ കോ പാർട്ട്നേഴ്സ് ഹാവ് നോ റൈറ്റ് ടു ആസ്ക് ഫോർ ദ അക്കൗണ്ട് ഓഫ് പാർട്ട് ഡീലിങ്സ്. ദേ ആസ്ക് ഫോർ ദ പൊസിഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് അസെറ്റ്സ് ഓൺലി. അവർക്ക് അക്കൗണ്ട് ബുക്സിനെ കുറിച്ച് ചെക്ക് ചെയ്യാനോ കോപ്പി ചെയ്യാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല. അവിടുത്തെ അസെറ്റ്സിന്റെ പൊസിഷൻ അറിയാനുള്ള റൈറ്റ്സ് മാത്രമേ കോ പാർട്ട്നേഴ്സ് ഉള്ളൂ. അവിടെ എല്ലാ റൈറ്റ്സ് ഉള്ളത് ആർക്കാണ്? കർത്തക്കാണ്. അടുത്താണ് ഡെത്ത് ഓഫ് മെമ്പർ. ഇറ്റ് ക്യാൻ ഡിസോൾവ് ഓൺ ദ ഡെത്ത് ഓഫ് മെമ്പർ എനി പാർട്ട്ണർ. പാർട്ട്ണർഷിപ്പിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണറിന്റെ മരണത്തോടെ ആ കമ്പനി എന്താവുണ്ട്? ഡിസോൾവ് ആവുന്നുണ്ട്. ആ ബിസിനസ് ഡിസോൾവ് ആവുക ചെയ്യണത്. എന്നാൽ ജോയിന്റ് ഹിന്ദു ഫാമിലി ടു കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് ഈവൻ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എ കോ പാർട്ട്നേഴ്സ്. കോ പാർട്ട്നേഴ്സിന്റെ മരണശേഷം ജോയിന്റ് ഹിന്ദു ഫാമിലി എങ്ങനെയാ ഓപ്പറേറ്റ് ചെയ്യുന്ന പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഡിഫറൻസ് ആണ് പഠിച്ചത്. പാർട്ട്ണർഷിപ്പിന് ജോയിന്റ് ഹിന്ദു ഫാമിലിന് ഡിഫറൻസ് ആണ് പഠിച്ചത്. ക്രിയേഷൻ്റെ കാര്യത്തിൽ പറഞ്ഞു ഇത് എഗ്രിമെൻറ്റോട് തന്നെ ക്രിയേറ്റ് ചെയ്യണതാണ്. അതിൽ എഗ്രിമെൻറ്റിൻ്റെ ഒരു ആവശ്യമില്ല.
നിയമം എങ്ങനെയാണ്? പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമാണ് പാർട്ട്ണർഷിപ്പ് പറയുന്നത്. ഇത് ഹിന്ദു ലോ ആണ് ഗവേൺ ചെയ്യണത്. അതേപോലെ പുതിയ മെമ്പറിന്റെ അഡ്മിഷന്റെ കാര്യമോ പുതിയ മെമ്പർ മറ്റുള്ള പാർട്ട്നേഴ്സിന്റെ കൺസെന്റ് ഇല്ലാതെ വേറൊരു പാർട്ട്ണർ ഒരു പേഴ്സണെ അഡ്മിറ്റ് ചെയ്യാൻ പാർട്ട്ണർഷിപ്പിൽ പറ്റില്ല. എന്നാൽ ഇതിൽ ഒരു ജനനം തൊട്ടേ ആളെന്താണ് ആ പേഴ്സൺ ജോയിൻ ഹിന്ദു ഫാമിലിയിലെ മെമ്പറാണ്. പിന്നെ മൈനർ പേഴ്സന്റെ കാര്യം പറയുകയാണെങ്കിൽ മൈനർക്ക് ഒരു പാർട്ട്ണർ ആവാൻ കഴിയില്ല. ഇതിലെങ്ങനെയാ ജനനം തൊട്ടേ അയാൾ ആ കമ്പനീനെ ആ ബിസിനസ്സിൽ കോ പാർട്ട്ണർ ആണ്. അതേപോലെ നമ്പർ ഓഫ് മെമ്പേഴ്സ് പാർട്ട്ണർഷിപ്പിൽ ലിമിറ്റഡ് ആണ്. ജോയിൻ ഹിന്ദു ഫാമിലി നോ ലിമിറ്റ് ആണ്. അതെ, അതോറിറ്റി ഫോർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ പാർട്ട്ണർഷിപ്പിൽ എല്ലാവർക്കും എങ്ങനെയാ ഒരേപോലെ ഈച്ച് പാർട്ണർ ഹാസ് പാർട്സ് എല്ലാവർക്കും ഒരേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇതിൽ അതോറിറ്റി റെസ്റ്റ് വിത്ത് കർത്തക്കാണ് മെയിൻ അധികാരമുള്ളത്. അതേപോലെ ലയബിലിറ്റി അറിയണത് അൺലിമിറ്റഡ് ആണ്. പാർട്ട്ണർഷിപ്പിൽ ജോയിൻ ഹിന്ദു ഫാമിലിക്ക് വരികയാണെങ്കിൽ കർത്തന്റെ ലയബിലിറ്റി അൺലിമിറ്റഡും കോ പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റഡും ആണ്. പിന്നെ റൈറ്റ് ടു ഡിമാൻഡ് അക്കൗണ്ട് ആണ്. പാർട്ട്നേഴ്സ്ക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? അവരുടെ അക്കൗണ്ട് പരിശോധിക്കാനും അത് കോപ്പി ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എന്നാൽ ഇതിന് കോ പാർട്ട്നേഴ്സിന് അങ്ങനെ റൈറ്റ് ഒന്നും ഇല്ല. ആ റൈറ്റ് ഒക്കെ ആർക്കാണ്? കർത്തക്കാണുള്ളത്. അതേപോലെ അവർക്കുള്ള റൈറ്റ്സ് എക്സിസ്റ്റിംഗ് അസറ്റ്സിന്റെ പൊസിഷൻ അറിയാനുള്ള റൈറ്റ് മാത്രമേ കോ പാർട്ട്നേഴ്സിനുള്ളൂ. പിന്നെ ഡെത്ത് ഓഫ് മെമ്പറിന്റെ കാര്യമാണെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ ഡെത്തോടു കൂടി അവരുടെ ഫേം ഒരു ബിസിനസ് ഡിസോൾവ് ആവും. അതേപോലെ കോ പാർട്ട്ണറിന്റെ ഇതിലെങ്ങനെയാണ്? ജോയിൻ ഹിന്ദു ഫാമിലിയിൽ ഇത് ആരുടെ കോ പാർട്ട്ണറുടെ ഡെത്ത് ആയാലും ഫേം ഓപ്പറേറ്റ് ചെയ്യും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് പറഞ്ഞു. പാർട്ട്ണർഷിപ്പിൽ നമ്മൾ എഗ്രിമെൻ്റ് ഉണ്ടാവും എന്നും പറഞ്ഞു. ഈ എഗ്രിമെൻ്റ് ഓറലും ഉണ്ടാകും, അതേപോലെ റിട്ടൺ ഉണ്ടാകും. അതായത് എഴുതിയിട്ടുള്ളതൊക്കെ ഉണ്ടാകും എന്ന് പറയണത്. ഈ ഓറലും റിട്ടണും അതിൽ റിട്ടൺ എഗ്രിമെൻറ്റിനെയാണ്, വാക്കാലുള്ള എഗ്രിമെൻറ്റും ഉണ്ടാകും, എഴുതിയിട്ടുള്ള എഗ്രിമെൻറ്റും ഉണ്ടാകും. ഈ റിട്ടൺ എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യണത് പാർട്ട്ണർഷിപ്പ് ഡീഡിനെ കുറിച്ചാണ്. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള പോയിന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്നുള്ളത് 2 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്? പാർട്ട്ണർഷിപ്പിൽ എഗ്രിമെൻ്റ് ഉണ്ടാകും, എഗ്രിമെൻ്റ് ഓറലും റിട്ടൺ ഉണ്ടാകും. ഈ റിട്ടൺ എഗ്രിമെൻറ്റിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്തൊക്കെ കവർ ചെയ്യണത്? നെയിം ഓഫ് ദ ഫേമിൻ്റെ നെയിം, അതേപോലെ പാർട്ട്നേഴ്സിൻ്റെ നെയിമും അഡ്രസ്സും, അതേപോലെ ബിസിനസ്സിൻ്റെ നാച്ചറും അതിൻ്റെ പ്ലേസൊക്കെ, പിന്നെ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നാണ് തുടങ്ങിയത് എന്നുള്ളത്, അതേപോലെ ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൻ്റെ ഡ്യൂറേഷൻ എത്ര ടൈം, അതായത് അത് ഏതൊക്കെ പീരീഡ് ആണ് എന്നുള്ളത്, പിന്നെ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ടു ബി കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ട്ണർ, ഓരോ പാർട്ട്ണറും എത്ര ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച്, അതേപോലെ ആ ഫേം ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ച്, പിന്നെ അതേപോലെ ഒരു പ്രോഫിറ്റ്സും ലോസൊക്കെ ഷെയർ ചെയ്യണ റേഷ്യോ, പിന്നെ ഇൻട്രസ്റ്റ് ഇഫ് എനി ഓൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ അഡ്വാൻസ്ഡ് ബൈ പാർട്ട്ണർ ടു ദ ഫേം, സാലറി, കമ്മീഷൻ ഇഫ് പേയബിൾ ടു എനി പാർട്ട്ണർ. ഇതിനൊക്കെ കുറിച്ച് എന്തുണ്ടാവും? ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. ദ സേഫ് കസ്റ്റഡി ഓഫ് ബുക്സ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ്, മോഡ് ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിൻമെന്റ്, റൂൾസ് ടു ബി ഫോളോഡ് ഇൻ കേസ് ഓഫ് അഡ്മിഷൻ സമയത്ത് എന്തെങ്കിലും റൂൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അതേപോലെ റിട്ടയർമെന്റ്, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഇതെല്ലാം എന്തുണ്ടാവും? ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻക്ലൂഡ് ആണ്. പിന്നെ മെത്തേഡ് ഓഫ് സെറ്റിലിംഗ് ഡിസ്പ്യൂട്ട്സ് എമോങ് പാർട്ട്നേഴ്സ്, സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ഡെസൊല്യൂഷൻ ഓഫ് ദ ഫേം, ഇതെല്ലാം എന്താണ്? ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് കവർ ചെയ്യണതാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് നമ്മൾ എന്താണ് പറഞ്ഞത്? പാർട്ട്ണർഷിപ്പിൽ എഗ്രിമെന്റ് ഉണ്ടാകും, ആ എഗ്രിമെന്റ് ഓറൽ ഉണ്ടാകും, അതേപോലെ റിട്ടൺ ഉണ്ടാകും. റിട്ടൺ എഗ്രിമെന്റിനാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് കവർ ചെയ്യണ പോയിന്റ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ സിമ്പിൾ ആണ്. അതായത് കമ്പനിയുടെ പേര്, പാർട്ട്ണർമാരുടെ പേര്, അതേപോലെ അതിൻ്റെ അഡ്രസ്സ്, പിന്നെ സാലറി, കമ്മീഷൻ എന്തെങ്കിലുമൊക്കെ പേയബിൾ ആണെങ്കിൽ അത്, പിന്നെ ബുക്സും ഡോക്യുമെന്റ്സിൻ്റെ ഒക്കെ ലിസ്റ്റുകൾ, ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നമുക്കിനി പാർട്ട്ണർഷിപ്പിൽ രജിസ്ട്രേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പാർട്ട്ണർഷിപ്പിൽ എങ്ങനെയാണ് രജിസ്ട്രേഷൻ? അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത്. രജിസ്ട്രേഷൻ മീൻസ് ഗെറ്റിംഗ് ദി പാർട്ട്ണർഷിപ്പ് രജിസ്റ്റേർഡ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് ഫേംസ് ഓഫ് ദ ഏരിയ ഇൻ വിച്ച് ദ പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് ഫേം ഈസ് സിറ്റുവേറ്റഡ് ഓർ പ്രപ്പോസൽസ് ടു ബി സിറ്റുവേറ്റഡ്. അതായത് നമ്മൾ ബിസിനസ് നടത്തുന്ന ഏരിയ എവിടെയാണോ, അല്ലെങ്കിൽ ഇനി ബിസിനസ് നടത്താൻ പോകുന്ന ഏരിയ എവിടെയാണോ അവിടുത്തെ രജിസ്ട്രാറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പാർട്ട്ണർഷിപ്പ്, നമ്മളെ കമ്പനി രജിസ്റ്റർ ചെയ്യണം എന്നാണ് പറയുന്നത്. രജിസ്ട്രാറുമായിട്ട് എവിടെയാണ് നമ്മൾ
ബിസിനസ് അല്ലെങ്കിൽ എന്താ നമ്മുടെ എവിടെയാണ് നമ്മൾ പ്രപ്പോസ് ചെയ്യണത്, എവിടെയാണ് ഈ ബിസിനസ് തുടങ്ങണത് എന്നുള്ളത് ആ സ്ഥലത്തുള്ള രജിസ്ട്രാർ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫീസുമായിട്ട് നമ്മൾ പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യണം. നമ്മൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. Under Partnership Act, it is not compulsory for a partnership firm to get itself registered. The partners can decide whether to get their firm registered or not. പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ പാർട്ട്ണർഷിപ്പ് എന്താണ്, കമ്പൽസറി അല്ല. രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് എന്തല്ല, കമ്പൽസറി അല്ല. അത് പാർട്ട്നേഴ്സിന് ഡിസൈഡ് ചെയ്യാം. നമ്മുടെ കമ്പനി നമ്മൾ രജിസ്റ്റർ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് പാർട്ട്നേഴ്സിന് ഡിസൈഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ പ്രൊസീജിയറാണ് അടുത്ത് പറയുന്നത്. പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ്? ടെക്സ്റ്റിൽ കുറച്ചൊക്കെ ഒരു കോംപ്ലക്സ് ആയിട്ടാണ്, ഞാനത് നിങ്ങൾക്ക് പോയിന്റ്സ് ആയിട്ടാണ് നോട്ട് ചെയ്തിട്ടുള്ളത്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ ആണ് നമ്മൾ പറയുന്നത്. ക്യാൻ ബി രജിസ്റ്റേർഡ് അറ്റ് എനി ടൈം അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ലേറ്റർ. അതായത് ഞാൻ പറഞ്ഞു നമുക്ക് എപ്പോൾ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം. അത് പാർട്ട്നേഴ്സിൻ്റെ തീരുമാനം പോലെയാണ്. അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ ഒന്നല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ, അതായത് നമ്മൾ കമ്പനി തുടങ്ങുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ശേഷം പിന്നീട് എപ്പോഴേലും നമുക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. അടുത്തത് ഫോർ രജിസ്ട്രേഷൻ പാർട്ട്നേഴ്സ് ഹാവ് ടു അപ്ലൈ ടു രജിസ്ട്രാർ പ്ലസ് രജിസ്ട്രേഷൻ ഫീസ്. നമ്മൾ എന്ത് ചെയ്യണം, പ്ലസ് ഗീവ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. അതായത് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് എന്താണ്, നമ്മൾ പാർട്ട്നേഴ്സ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് രജിസ്ട്രാറിൻ്റെ അടുത്ത് എന്ത് ചെയ്യാം, പോയി അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനെന്ത് കുറച്ച് ഫീ ഉണ്ട്. അതേപോലെ അതിന് താഴെ പറഞ്ഞ ഇൻഫോർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, രജിസ്ട്രാറിൻ്റെ അടുത്ത് കൊടുക്കണം. എന്തൊക്കെയാണ് ഇൻഫോർമേഷൻസ് നോക്കാം. നെയിം ഓഫ് ദ ഫേം, കമ്പനിയുടെ പേര്, ദ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് ദ ഫേം എവിടെയാണ് ഇതിൻ്റെ പ്ലേസ് ഉള്ളത്. അതേപോലെ ദ നെയിം ഓഫ് അതർ പ്ലേസ് ഓഫ് ദ ഫേം ക്യാരീസ് ഓൺ ബിസിനസ്. ഈ ബിസിനസ് വേറെ ഏതെങ്കിലും സ്ഥലത്ത്, ഇപ്പോൾ ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനി ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഒരു ഓഫീസ് ഉള്ളത് ഇവിടെയാണ്, എന്നാൽ പിന്നെ അവർക്ക് വേറെയും ബ്രാഞ്ചസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ദ ഡേറ്റ് വെൻ ഈച്ച് പാർട്ണർ ജോയിൻ ദ ഫേം. ഓരോ പാർട്ണർ ചിലപ്പോൾ 2 പാർട്ണർ കൂടി തുടങ്ങിയതായിരിക്കും ഫേം, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേറൊരു പാർട്ണറിനെ ആഡ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം, ഇതിൽ അവർ മെൻഷൻ ചെയ്യണം. ദ നെയിം ഇൻ ഫുൾ ആൻഡ് പെർമനന്റ് അഡ്രസ് ഓഫ് ദ പാർട്ട്നേഴ്സ് ആൻഡ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ഫേമിൻ്റെ കാലയളവും, അതേപോലെ ഇതിലുള്ള പാർട്ട്നേഴ്സിൻ്റെ നെയിമും ഒരു ഫുൾ നെയിമും അവരുടെ അഡ്രസ്സും എല്ലാം എന്ത് ചെയ്യണം, നമ്മൾ ഈ രജിസ്ട്രാർക്ക് കൊടുക്കണ ഫോമിൽ ഫില്ല് ചെയ്തിരിക്കണം. പിന്നെ അപ്ലിക്കേഷൻ സൈൻ ബൈ ഓൾ പാർട്ട്നേഴ്സ്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ, എല്ലാ പാർട്ട്നേഴ്സും ഈ അപ്ലിക്കേഷൻ എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം. എന്നിട്ടാണ് നമ്മളിത് എന്ത് ചെയ്യുക, രജിസ്ട്രാർ വെരിഫൈ ദി അബോ ഇൻഫർമേഷന് മുകളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ആര് ചെക്ക് ചെയ്യും, രജിസ്ട്രാർ ചെക്ക് ചെയ്യും. ഇറ്റ് ഈസ് ഇഫ് സാറ്റിസ്ഫൈഡ് ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. രജിസ്ട്രാർ നമ്മൾ കൊടുത്ത ഇൻഫർമേഷനിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, കറക്റ്റ് ഒക്കെ ആണെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും, നമുക്ക് ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ, നമ്മൾ രജിസ്റ്റർ ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യും. ഇഫ് ദർ ഈസ് എനി ചേഞ്ച് ഇൻ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ടു രജിസ്ട്രാർ. ഇനിയിപ്പോൾ നമ്മൾ ഈ രജിസ്ട്രേഷനിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്കത് രജിസ്ട്രാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതാണ് പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ എന്താന്ന് പറഞ്ഞു, നമ്മൾ എവിടെയാണോ നമ്മളെ ഫേം ബിസിനസ് ഉള്ളത് അവിടുത്തെ രജിസ്ട്രാർ ഓഫീസിലുമായിട്ട് നമ്മൾ ഫേം എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. അതേപോലെ ഇത് പാർട്ട്നേഴ്സിന് ഇത് കമ്പൽസറി അല്ല. രജിസ്ട്രേഷൻ പാർട്ട്നേഴ്സിന് എന്തല്ല, കമ്പൽസറി അല്ല. അത് പാർട്ട്നേഴ്സിന് തീരുമാനിക്കാം. പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് കമ്പൽസറി അല്ല, പാർട്ട്നേഴ്സിന് തീരുമാനിക്കാം ഇത് രജിസ്റ്റർ ചെയ്യണോ അതോ വേണ്ടേ എന്നുള്ളത്. പിന്നെ നമ്മൾ അതിൻ്റെ പ്രൊസീജിയർ പറഞ്ഞു, ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കത് രജിസ്റ്റർ ചെയ്യാം. ഇത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പാർട്ട്നേഴ്സ് രജിസ്ട്രാറിൻ്റെ അടുത്ത് പോയി അപ്ലൈ ചെയ്യണം. അതിന് ഒരു ഫീസ് ഉണ്ടാകും. പിന്നെ അത് താഴെ പറയുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ രജിസ്ട്രാർക്ക് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം പാർട്ട്നേഴ്സും കൂടെ സൈൻ ചെയ്യണം. രജിസ്റ്റർ ഈ പറഞ്ഞ ഇൻഫർമേഷനിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, അവർ വെരിഫൈ ചെയ്തിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർ നമുക്ക് രജിസ്ട്രേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. എന്നിട്ട് നമുക്ക് ഇൻഫർമേഷനിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്കിത് രജിസ്ട്രാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, നമ്മൾ രജിസ്ട്രേഷനെ കുറിച്ചും രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയറും നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത്, നമ്മൾ രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, എഫക്ട്സ് ഓഫ് നോൺ രജിസ്ട്രേഷൻ ആണ് പറയണത്. നോ സ്യൂട്ട് ക്യാൻ ബി ഫയൽഡ് എ സിവിൽ കോർട്ട് ബൈ എ പാർട്ട്ണർ അഗെയിൻസ്റ്റ് ദ ഫേം ഓർ ദി അതർ പാർട്ട്നേഴ്സ്. അതായത് പാർട്ട്ണർഷിപ്പിലുള്ള ഒരു പാർട്ട്ണർക്ക് മറ്റു പാർട്ട്നേഴ്സിനെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആൾക്ക് സിവിൽ കോർട്ടിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മളത് എന്താണ്, അൺരജിസ്റ്റേർഡ് ആയതുകൊണ്ട്. അൺരജിസ്റ്റേർഡ് ഫേം ആയാലുള്ള പ്രശ്നം പറയണത് നോൺ രജിസ്ട്രേഷൻ ആയതുകൊണ്ടാണ് കോർട്ടിൽ പോയിട്ട് നമുക്ക്
പാർട്ട്ണർക്കെതിരെയോ മറ്റു പാർട്ട്ണർക്ക്, അതായത് ഒരു പാർട്ട്ണർക്ക് മറ്റു പാർട്ട്ണർക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ കഴിയൂല. ക്രിമിനൽ പ്രൊസീഡിങ്സ് ക്യാൻ ബി ബ്രോട്ട് ബൈ വൺ പാർട്ട്ണർ എഗെയിൻസ്റ്റ് ദി അതർ. അതായത് എന്തെങ്കിലും ക്രിമിനൽ പ്രൊസീഡിങ്സ് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർക്ക് വേറൊരു പാർട്ട്ണർക്കെതിരെ കേസ് കൊടുക്കാൻ കഴിയൂല. ഇഫ് എ പാർട്ട്ണർ സ്റ്റീൽസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഫേം, ഒരു എക്സാമ്പിൾ പറയാണ്, അതായത് ക്രിമിനൽ പ്രൊസീഡിങ്സ് ക്യാൻ ബി ബ്രോട്ട് ബൈ വൺ പാർട്ട്ണർ എഗെയിൻസ്റ്റ് ദി അതർ. ഒരു പാർട്ട്ണർ വേറൊരു പാർട്ട്ണർക്കെതിരെ ക്രിമിനൽ പ്രൊസീഡിങ്സ് നടന്നിട്ടുണ്ടെങ്കിൽ, if a partner steals the property of the firm or puts fire to the building of the firm, any partner can prosecute him for the same. അതായത് കമ്പനിയിൽ ബിസിനസ്സിൽ അയാൾ തീയിടുക അല്ലെങ്കിൽ എന്തെങ്കിലും മോഷ്ടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അയാൾക്കെതിരെ നമുക്ക് നമ്മളതായ രീതിയിൽ കേസ് കൊടുക്കാം. അല്ലാതെ കമ്പനീൻ്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കേസ് കൊടുക്കാൻ പാടില്ല. കാരണം നമ്മുടെ കമ്പനി രജിസ്റ്റേർഡ് അല്ലാത്തതുകൊണ്ട്. നെക്സ്റ്റ്, നോ സ്യൂട്ട് ഇൻ എ സിവിൽ കോർട്ട് ബൈ ദ ഫേം എഗെയിൻസ്റ്റ് തേർഡ് പാർട്ടി. തേർഡ് പാർട്ടിക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. അൺരജിസ്റ്റേർഡ് ഫേം cannot ഫയൽ എ സ്യൂട്ട് എഗെയിൻസ്റ്റ് തേർഡ് പാർട്ടി ടു എൻഫോഴ്സ് എനി റൈറ്റ് അറൈസിങ് ഫ്രം ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ പറയുന്ന എന്ത് റൈറ്റ് കിട്ടണ വേണ്ടിയിട്ട് തേർഡ് പാർട്ടിക്കെതിരെ ഒരു കേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫയൽ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ അൺരജിസ്റ്റേർഡ് ഫേം ആണ്. അടുത്തത്, ഫേം ഓർ ഇറ്റ്സ് പാർട്ട്നേഴ്സ് cannot make a claim of set off or other proceedings based upon a contract. അതായത് ഒരു കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിനോ അതിൻ്റെ പാർട്ട്നേഴ്സിനോ സെറ്റ് ഓഫ് അവകാശമായോ നടപടികൾ എടുക്കാൻ കഴിയില്ല. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ എഫക്ട്സ് ഓഫ് നോൺ രജിസ്ട്രേഷൻ. നോൺ രജിസ്ട്രേഷൻ ചെയ്യാതിരുന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക പറഞ്ഞാൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ കഴിയില്ല. അതുതന്നെ നമുക്ക് മെയിൻ പ്രോബ്ലം ആണ്. കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്കൊരു കേസ് ഫയൽ ചെയ്യണമെങ്കിൽ നമ്മളെ കമ്പനി രജിസ്റ്റേർഡ് അല്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. ഈ പാർട്ട്ണർഷിപ്പിലുള്ള കാലയളവിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലും പിന്നെ പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പും. പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ദർ ഈസ് നോ പ്രൊവിഷൻ ഇൻ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ഫോർ ഡ്യൂറേഷൻ ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഈസ് കാൾഡ് പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ല്. അതായത് ഈ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു കാലയളവോ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു പീരീഡിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് കാര്യത്തിന് വേണ്ടിയിട്ട് അത് തുടങ്ങണമെന്നോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പിനെയാണ് പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ല് എന്ന് പറയുന്നത്. ഇൻ സച്ച് സിറ്റുവേഷൻ ദ പാർട്ട്നേഴ്സ് ആർ ഫ്രീ ടു ടെർമിനേറ്റ് ദ റിലേഷൻഷിപ്പ് അറ്റ് സിംപ്ലി ബൈ ഗിവിംഗ് നോട്ടീസ് ടു ദയർ എഫക്റ്റ് ടു ഓൾ അതർ പാർട്ട്നേഴ്സ്. ഇങ്ങനത്തെ കേസിൽ ഇപ്പോൾ അതിലുള്ള പാർട്ട്നേഴ്സിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് ടെർമിനേറ്റ് ചെയ്ത് പോകണമെങ്കിൽ, കമ്പനിയിൽ നിന്ന് ഒഴിവായി പോകണമെന്നുണ്ടെങ്കിൽ ബൈ ഗിവിംഗ് നോട്ടീസ്, ഒരു നോട്ടീസ് കൊടുക്കുന്നതിലൂടെ കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് പോകാം. കാരണം എഗ്രിമെന്റിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാലയളവ് വരെ ആ പാർട്ട്ണർ നിൽക്കുന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. സച്ച് പാർട്ട്ണർഷിപ്പ് ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരീഡ്, ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ പാർട്ട്ണർഷിപ്പിന് എന്ന് പറയുന്നത് ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ആണ്, അത് എത്ര വേണമെങ്കിലും ആവാം. പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്, അടുത്ത പാർട്ട്ണർഷിപ്പാണ് പറയുന്നത് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. when a partnership is formed for a specific venture or for a particular period, it is called particular partnership. ഈ പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് അതെന്തെങ്കിലും ഒരു സ്പെസിഫിക് കാര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പീരീഡിന് വേണ്ടിയിട്ടോ ആയിരിക്കും അത് തുടങ്ങിയിരിക്കുക. ആ കാര്യം കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ക്ലോസ് ആവും. ഇങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പിനെയാണ് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇതിന് എന്തുണ്ടാവും, ഒരു പർട്ടിക്കുലർ പീരീഡ് ഉണ്ടാവും, ഇതിനൊരു പർട്ടിക്കുലർ പീരീഡ് ഉണ്ടാവും, ഇതിന് അങ്ങനെ ഒരു പീരീഡ് ഒന്നും ഇല്ല. Such partnership automatically comes to an end on the completion of the venture or the expiry of the period. ഞാൻ പറഞ്ഞില്ലേ, ഇതിന് ഒരു നിശ്ചിത പീരീഡ് ഉണ്ടായതുകൊണ്ട് ഒന്നല്ലെങ്കിൽ ഒരു എന്ത് സ്പെസിഫിക് കാര്യത്തിനാണ് അവർ തുടങ്ങിയിരിക്കുന്നത് ആ കാര്യം പൂർത്തിയായാൽ അവരുടെ പാർട്ട്ണർഷിപ്പ് അവിടെ ക്ലോസ് ആകും. അല്ലെങ്കിൽ ഒരു എക്സ്പയറി ഡേറ്റ് എന്നാണോ ആ എക്സ്പയറി പീരീഡ് ആയാൽ അവരുടെ പാർട്ട്ണർഷിപ്പ് അവിടെ എന്താകും, ക്ലോസ് ആവും എന്നാണ് പറയണത്. However, partners want to dissolve the partnership before the fixed period. It can be done only by the mutual consent of all other partners. ഇനിയിപ്പോൾ ഈ ഒരു കാര്യം നടക്കുന്നതിന്, അതായത് ആ ടൈം എത്തുന്നതിന് മുമ്പ് കമ്പനിക്ക് ഇത് ഡിസോൾവ് ആവണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള പാർട്ട്ണറുടെ കൺസെൻറ്റോട് കൂടി ആയിരിക്കണം ഈ വെഞ്ചർ നമ്മൾ ക്ലോസ് ചെയ്യണത്. അവർ പാർട്ട്നേഴ്സ് വാണ്ട് ടു ഡിസോൾവ്, പാർട്ട്നേഴ്സിന് ഇത് ഡിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരു ഫിക്സഡ് പീരീഡിൻ്റെ മുമ്പേ, നമ്മൾ പറഞ്ഞ ഫിക്സഡ് പീരീഡിന് മുമ്പേ ഇത് ഡിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ഡിസോൾവ് ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, നമ്മൾ പാർട്ട്ണർഷിപ്പിനെ കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത്. അതിൽ പാർട്ട്ണർ, ഫേംസ് നെയിം, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട്ണർ, ഫേംസ് നെയിം, അതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യണം. നമ്മളിതിന് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്, ഒന്നുകൂടെ ഇതിൽ പറയാണ്. പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ആരാണ്? രണ്ടിലധികം ആളുകൾ എഗ്രിമെൻറ്റിലൂടെ ഒരു ബിസിനസ്സിലേക്ക് വരുന്നു. അവർ ഇൻഡിവിജ്വലി പറയണ പേരാണ് എന്ത്,
പാർട്ട്ണർ എന്ന്, അതേപോലെ അവരെ കളക്റ്റീവ്ലി പറയണ പേര് എല്ലാവരും കൂടെ കൂടുമ്പോൾ ഈ ഓരോരുത്തരും ഇൻഡിവിജ്വലി പറയണത് പാർട്ട്ണർ എന്നും കളക്റ്റീവ്ലി പറയണത് അവരെ ഫേം എന്നും അതേപോലെ അവർ നടത്തുന്ന ബിസിനസ്സിനെ ആ ഫേമിൻ്റെ നെയിമാണ് പറയണത്. ഇനി നമ്മൾ ഇതിൻ്റെ ടൈപ്സാണ് പറയണത്, ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പോയിന്റ്സിലാണ് ഓരോന്ന് എന്ത് ചെയ്തിട്ടുള്ളത്, നോട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നിങ്ങൾ എഴുതിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. നമ്മൾ പോയിന്റിലൂടെ പഠിക്കണേ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്ക് പോയിന്റ്സ് ആയിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റത്തത് ആക്റ്റീവ് ഓർ ഒസ്റ്റെൻസിബിൾ പാർട്ട്ണർ. ആ പാർട്ട്ണർ എങ്ങനെയാണ്? ഹി ടേക്സ് ആക്റ്റീവ് പാർട്ട് ഇൻ ദ ബിസിനസ്, ഹി കോൺട്രിബ്യൂട്ട്സ് ക്യാപിറ്റൽ, ഹി മാനേജ് ആൻഡ് കൺട്രോൾ ദ ബിസിനസ്, ലയബിലിറ്റീസ് അൺലിമിറ്റഡ്, ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ്. നിങ്ങൾക്ക് ഇത് നേരെ കാണുന്നില്ലെങ്കിൽ ഞാൻ പറയണത് വോയിസ് നേരെ ശ്രദ്ധിക്കട്ടില്ലേ. ഫസ്റ്റ് വൺ, ഹി ടേക്സ് ആക്റ്റീവ് പാർട്ട് ഇൻ ദ ബിസിനസ്. ഈ ആക്റ്റീവ് പാർട്ട്ണർ ആ പേരിൽ തന്നെ ഉണ്ട്, അയാൾ എന്താണ്, ആക്റ്റീവാണ്. ആ ബിസിനസ്സിൽ അയാൾ നന്നായി ആക്റ്റീവായിട്ട് എന്ത് ചെയ്യും, പെർഫോം ചെയ്യും. രണ്ടാമത്തത്, ഹി കോൺട്രിബ്യൂട്ട്സ് ക്യാപിറ്റൽ. അയാൾ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഹി മാനേജ് ആൻഡ് കൺട്രോൾ ദ ബിസിനസ്. അയാൾ എന്ത് ചെയ്യും, ബിസിനസ് മാനേജ് ചെയ്യുകയും അതിനെ കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യും. നെക്സ്റ്റ്, ലയബിലിറ്റീസ് അൺലിമിറ്റഡ്. അയാളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, അൺലിമിറ്റഡ് ആണ്. പിന്നെ ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അയാൾ പ്രോഫിറ്റും ലോസും എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്, ആക്റ്റീവ് പാർട്ട്ണർ, ആക്റ്റീവ് ഓർ ഒസ്റ്റെൻസിബിൾ പാർട്ട്ണർ. അയാൾ എങ്ങനെയാണ്, കമ്പനിയിൽ ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യും. അയാൾ കമ്പനിക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. പ്രോഫിറ്റും ഷെയറും ഈക്വലായിട്ട് അയാൾ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. അതേപോലെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, അൺലിമിറ്റഡ് ആണ്. അയാൾ കമ്പനിയിൽ മാനേജ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആക്റ്റീവ് ഓർ ഒസ്റ്റെൻസിബിൾ പാർട്ട്ണർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. നെക്സ്റ്റ് ആണ് സ്ലീപ്പിംഗ് ഓർ ഡോർമെന്റ് പാർട്ട്ണർ. ഇയാൾ എങ്ങനെയാണ്, ഇയാൾ നല്ല ആക്റ്റീവ് പാർട്ട്ണറാണ്. എന്നാൽ സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത് അയാൾ എന്തല്ല, ആക്റ്റീവ് അല്ല. ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഈ സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്തല്ല, പങ്കെടുക്കില്ല. എന്നാൽ ആക്റ്റീവ് പാർട്ട്ണർ എങ്ങനെയാണ്, ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊക്കെ ആക്റ്റീവായിട്ട് ആൾ പങ്കെടുക്കും. ഇനി സ്ലീപ്പിംഗ് പാർട്ട്ണർ നമുക്ക് പോയിന്റ്സ് നോക്കാം. ഹി കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ആക്റ്റീവ് പാർട്ട്ണറിനെ പോലെ തന്നെ ക്യാപിറ്റൽ അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ആക്റ്റീവ് പാർട്ട്ണറെ പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഡു നോട്ട് പബ്ലിക്. കാരണം ഇയാൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇയാളെ എന്ത് ചെയ്യില്ല, പബ്ലിക്കിന് ഇയാളെ കുറിച്ച് അറിയില്ല. അടുത്തത്, ഹി ഈസ് നോട്ട്, നമ്മൾ പറഞ്ഞു ഈ ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു അയാൾ കമ്പനിയിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ അയാൾ എന്തില്ല, പെർഫോം ചെയ്യൂല. പക്ഷെ അയാൾക്ക് എന്തുണ്ട്, അയാൾ ഷെയർ പ്രോഫിറ്റും ലോസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾ ആക്റ്റീവായിട്ട് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ പെർഫോം ചെയ്യില്ല എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അയാൾ എന്തെങ്കിലും അറിയില്ല. ഡു നോട്ട് നോ ടു പബ്ലിക്. അൺലിമിറ്റഡ് ലയബിലിറ്റി. അയാളെ ലയബിലിറ്റി എന്താണ്, ആക്റ്റീവ് പാർട്ട്ണറിന്റെ പോലെ അൺലിമിറ്റഡ് ആണ്. വെൻ റിട്ടയർസ് ഹി നീഡ് നോട്ട് ഗിവ് എ പബ്ലിക് നോട്ടീസ്. അയാൾ റിട്ടയർ ചെയ്യേണ്ട സമയത്ത് അയാൾക്ക് എന്തില്ല, പബ്ലിക് നോട്ടീസ് നൽകണമെന്നില്ല. അപ്പം നമ്മളിപ്പോൾ രണ്ട് പാർട്ട്നേഴ്സാണ് പറഞ്ഞത്, ആക്റ്റീവ് ഓർ ഒസ്റ്റെൻസിബിൾ പാർട്ട്ണർ, പിന്നെ സ്ലീപ്പിംഗ് ഓർ ഡോർമെന്റ് പാർട്ട്ണർ. ആക്റ്റീവ് ഓർ ഒസ്റ്റെൻസിബിൾ പാർട്ട്ണർ നമ്മൾ എന്താ പറഞ്ഞത്, അയാൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ആക്റ്റീവ് ആണ്. ആ ഒരു പോയിന്റിൽ മാത്രമേ നമ്മൾ സ്ലീപ്പിംഗ് പാർട്ട്ണർക്ക് വരുമ്പോൾ ചേഞ്ച് ഉള്ളൂ. അയാൾ ആക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ അയാളെ പബ്ലിക്കിൽ അറിയില്ല. ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ ഇത് എന്താണ്, സെയിം ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നോമിനൽ പാർട്ട്ണർ ആണ്. നോമിനൽ പാർട്ട്ണർ ആരാന്ന് നോക്കാം. നെയ്തർ കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ നോർ ടേക്ക് ഷെയർ ഇൻ ദ പ്രോഫിറ്റ്. അയാൾ എന്തില്ല, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. അതേപോലെ ഷെയറും പ്രോഫിറ്റും ഷെയർ ചെയ്യൂല. നോട്ട് ടേക്ക് എനി ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ മാനേജ്മെന്റ്. അതേപോലെ തന്നെ മാനേജ്മെന്റിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യൂല. ലയബിൾ ടു തേർഡ് പാർട്ടീസ്. ഇയാൾ തേർഡ് പാർട്ടീസിന് എന്താണ്, ലയബിൾ ആണ്. ഹിസ് റെപ്യൂട്ടേഷൻ മേ ബി ബെനിഫിറ്റഡ് ടു ദ ഫേം. അയാളുടെ റെപ്യൂട്ടേഷനാണ് ഫേമിന് ബെനിഫിറ്റ് ആവുക. ഇതെന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ ഓരോ പരസ്യങ്ങൾ കാണാം. പരസ്യങ്ങൾ ഓരോരുത്തരെ വെച്ച് നമ്മൾ വല്ല ആക്ടർമാരെയൊക്കെ വെച്ച് പ്രൊമോട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ അത് അവരുടെ ബിസിനസ്സാണ് നമ്മളെ ധരിപ്പിക്കേണ്ട രീതിയിലാണ് അവരെന്ത് ചെയ്യണത്, ആക്റ്റീവ് ചെയ്യണത്. അതോടുകൂടി ആ ബിസിനസ്സിന് എന്തുണ്ടാവും, ഒരു ഉയർച്ച ഉണ്ടാവും. ഇത്ര വലിയ നടേണ്ടതാണ് അത് എന്ന് അറിയുന്നതിലൂടെ. അതാണ് നമ്മൾ ഈ നോമിനൽ പാർട്ട്ണറിൽ പറയണത്. അയാളെ ആ കമ്പനിക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അയാൾ ഇതിൽ പ്രോഫിറ്റിന്റെ ഷെയർ എടുക്കുന്നുണ്ടാവില്ല. അതേപോലെ അതിൽ മാനേജ്മെന്റിൽ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അയാൾ തേർഡ് പാർട്ടീസിന് ലയബിൾ ആണ്. അതേപോലെ അയാളെ പോലെയുള്ള റെപ്യൂട്ടേഷൻ ആ കമ്പനിക്ക് എന്തുണ്ടാകും, ഇങ്ങനെയുള്ള ആൾ പരസ്യം ചെയ്ത ആ കമ്പനിക്ക് അതെന്താണ്, ബെനിഫിറ്റ് ആണെന്നാണ് പറയണത്.
ഇനി അടുത്താണ് പാർട്ണർ ഇൻ പ്രോഫിറ്റ്സ് ഓൺലി. ആ പേരിൽ തന്നെ ഉണ്ട് പ്രോഫിറ്റ്സ് ഓൺലി അല്ലെ, പാർട്ണർ ഇൻ പ്രോഫിറ്റ്സ് ഓൺലി. അതായത് പാർട്ണർ ഹാവ് ഷെയർ ഇൻ പ്രോഫിറ്റ്സ് ഓൺലി ആൻഡ് നോട്ട് ഹി ലാബിൾ ഫോർ ലോസസ്. സച്ച് പാർട്ണർ ഈസ് നോൺ ആസ് പാർട്ണർ ഇൻ പ്രോഫിറ്റ്സ് ഓൺലി. അതായത് ഇയാൾ പ്രോഫിറ്റ്സ് മാത്രമേ എന്തുള്ളൂ ഷെയർ ചെയ്യുള്ളൂ, ലോസ് ഷെയർ ചെയ്യൂല. അങ്ങനത്തെ ആളാണ് പാർട്ണർ ഇൻ പ്രോഫിറ്റ്സ് ഓൺലി എന്ന് പറയുന്നത്. ടുവാർഡ്സ് തേർഡ് പാർട്ടി ഹീസ് ലാബിൾ ഫോർ ഓൾ ദ ആക്ട്സ് ഓഫ് ദ ഫേം. ഇനി തേർഡ് പാർട്ടിന്റെ കേസിക്ക് വരികയാണെങ്കിൽ പാർട്ണർ ഇൻ പ്രോഫിറ്റ്സ് ഓൺലി ലയബിൾ ആണ്. തേർഡ് പാർട്ടിക്ക് ആളെന്താണ് ലയബിൾ ആണെന്നാണ് പറയണത്. അടുത്താണ് സബ് പാർട്ണർ. സബ് പാർട്ണർ എന്താണ്? വെൻ എ പാർട്ണർ എഗ്രീസ് ടു ഷെയർ ഹിസ് പ്രോഫിറ്റ്സ് ഡിറൈവ്ഡ് from the firm with a third person, that third person is known as sub partner. അതായത് ഒരു പാർട്ണർ തേർഡ് പാർട്ടി നമ്മളെ ബിസിനസ്സിലുള്ള ഒരു പാർട്ണർ ആൾക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടിയുന്ന പ്രോഫിറ്റിൽ നിന്ന് ഒരു ഷെയർ ആൾക്ക് കൊടുക്കുകയാണ്, തേർഡ് പേഴ്സണ് കൊടുക്കുകയാണ്. ആ തേർഡ് പേഴ്സണെയാണ് എന്ത് സബ് പാർട്ണർ എന്ന് പറയണത്. ഈ തേർഡ് പേഴ്സണ് സ്ഥാപനത്തിന്റെ കടങ്ങൾക്കോ ഒന്നിനും ബാധ്യസ്ഥനല്ല എന്നാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത്. സബ് പാർട്ണർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളെ ബിസിനസ്സിലുള്ള പാർട്ണർ ആളെ പ്രോഫിറ്റിൽ നിന്ന് കിട്ടുന്ന ഷെയറിന്ന് ആളെന്ത് ചെയ്യാണ്? തേർഡ് പേഴ്സണ് കൊടുക്കുകയാണ്. ആ തേർഡ് പേഴ്സണെ പറയണ പേരാണ് സബ് പാർട്ണർ. ഓക്കെ, അടുത്ത ടൈപ്പ് ഓഫ് പാർട്ണർ ആണ് പാർട്ണർ ബൈ എസ്റ്റോപ്പൽ ഓർ ഹോൾഡിംഗ് ഔട്ട്. ആദ്യം നമുക്ക് പാർട്ണർ ബൈ എസ്റ്റോപ്പൽ എന്താന്ന് നോക്കാം. പാർട്ണർ ബൈ എസ്റ്റോപ്പൽ ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെന്റ്. ആദ്യം നമുക്ക് അതിൻ്റെ ഡെഫിനിഷനാണ് നോക്കേണ്ടത്. ഇഫ് എ പാർട്ണർ ബൈ ഹി സ്റ്റോക്ക് ഓർ ആക്ഷൻ ഗീവ്സ് ആൻ ഇംപ്രഷൻ ടു തേർഡ് പാർട്ടീസ് ദാറ്റ് ഹി ഈസ് എ പാർട്ണർ ദെൻ ഹി ഈസ് നോൺ ആസ് പാർട്ണർ ബൈ എസ്റ്റോപ്പൽ. അതായത് അയാളെ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ അയാളെ സംസാരം കൊണ്ടോ മറ്റുള്ളവരോട് അയാളെന്താണ് അയാളെ കമ്പനിയുടെ പാർട്ണർ ആണെന്ന് പറയുകയാണെങ്കിൽ അയാളെ പറയുന്ന പേരാണ് പാർട്ണർ ബൈ എസ്റ്റോപ്പൽ. ഇഫ് എ പാർട്ണർ ബൈ ഹിസ് സ്റ്റോക്ക് ഓർ ആക്ഷൻ ഗീവ്സ് ആൻ ഇംപ്രഷൻ ടു തേർഡ് പാർട്ടീസ്, അയാളെ സംസാരം കൊണ്ടോ അയാളെ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ അയാൾ തെറ്റിദ്ധരിപ്പിക്കുക അവിടെ ചെയ്യണത് എന്ത്? ഹീസ് എ പാർട്ണർ, അയാളെ കമ്പനിയുടെ പാർട്ണർ ആണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക ചെയ്യണത്. അങ്ങനെയുള്ള ആളെ പറയുന്ന പേരാണ് എന്ത്? പാർട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന്. ഇനി നമുക്കിതിൻ്റെ പോയിന്റ്സ് കുറച്ച് നോക്കാം. ഇത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. അതായത് ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെന്റ്. ഈ പാർട്ണർ ബൈ എസ്റ്റോപ്പിൽ എന്താ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂല, ഇതിൽ മാനേജ്മെന്റിന്റെ ആക്ടിവിറ്റീസിൽ അയാൾ എന്ത് ചെയ്യില്ല? പാർട്ടിസിപ്പേറ്റ് ചെയ്യൂല. ഡസ് നോട്ട് ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റും ഷെയറും അയാൾ എന്ത് ചെയ്യില്ല? ഷെയർ ചെയ്യൂല. പ്രോഫിറ്റും ലോസും അയാൾ ഷെയർ ചെയ്യൂല. ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ അയാൾ എന്ത് ചെയ്യില്ല? കോൺട്രിബ്യൂട്ട് ചെയ്യൂല. അത് ഹീസ് ലാബിൾ ടു തേർഡ് പാർട്ടീസ് അൺലിമിറ്റഡ് ലാബിലിറ്റി. ആൾക്ക് എന്താണ്? അൺലിമിറ്റഡ് ലാബിലിറ്റി ആണ്. അയാൾ തേർഡ് പാർട്ടീസിന് അയാൾ ലാബിൾ ആണ്. അത് അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പാർട്ണർ ബൈ എസ്റ്റോപ്പിലാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അയാൾ ശരിക്കും മറ്റുള്ളവരെ എന്താ ചെയ്യണത്? തെറ്റിദ്ധരിപ്പിക്കുക ചെയ്യണത്. അയാൾക്ക് റോങ് ഇൻഫോർമേഷൻസ് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അയാൾ കമ്പനിയുടെ പാർട്ണർ ആണെന്നുള്ള റോങ് ഇൻഫോർമേഷൻ മറ്റുള്ളവർ കൊടുക്കുകയാണ്. അയാൾ പ്രവൃത്തി മൂലമോ അല്ലെങ്കിൽ അയാളുടെ സംസാരത്തിലോ മറ്റുള്ളവർക്ക് തോന്നുകയാണ് ഇയാൾ എന്താണ് ഈ കമ്പനിയുടെ പാർട്ണർ ആണെന്ന്. അയാൾ കമ്പനിയുടെ മാനേജ്മെന്റിൽ പെർഫോം ചെയ്യൂല, പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യൂല, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യൂല. അയാൾക്ക് അൺലിമിറ്റഡ് ലാബിലിറ്റി ആണ്. അയാൾ തേർഡ് പാർട്ടീസിന് ലാബിളാണ്. തേർഡ് പാർട്ടീസിന് അയാൾ എന്ത് ചെയ്യേണ്ടി വരും? ലാബിളാണെന്നാണ് പറയുന്നത്. ക്യാഷ് കൊടുക്കേണ്ടി വരും ഡെപ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അടുത്താണ് പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. ഇതെന്താ നോക്കാം. ഇഫ് എ പാർട്ണർ ഡിക്ലെയർസ് ദാറ്റ് എ പെർട്ടിക്കുലർ പേഴ്സൺ ഈസ് എ പാർട്ണർ ഓഫ് ദയർ ഫേം ആൻഡ് സച്ച് പേഴ്സൺ ഡസ് നോട്ട് ഡിസ്ക്ലെയിം ഇറ്റ് ദെൻ ഹി ഓർ ഷീ ഈസ് നോൺ ആസ് പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. ഇപ്പം നിലവിലുള്ള പാർട്ണർ മറ്റുള്ളവരോട് പറയാണ് ഇത് ഈ കമ്പനിയുടെ ഒരു പാർട്ണർ ആണെന്ന് പറയാം. അയാൾ എന്ത് പറയാ? അയാൾ അത് നിരസിക്കുകയും ചെയ്തില്ല. ശരിക്കും അയാൾ അതിൻ്റെ പാർട്ണർ അല്ലായിരിക്കാം, പക്ഷെ അയാൾ എന്ത് ചെയ്തില്ല? നിരസിച്ചില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ പറയുന്ന പേരാണ് പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. ഇഫ് എ പാർട്ണർ ഡിക്ലെയർ ദാറ്റ് എ പെർട്ടിക്കുലർ പേഴ്സൺ ഈസ് എ പാർട്ണർ ഓഫ് ദയർ ഫേം, അവരുടെ ഫേമിൻ്റെ ഒരു പാർട്ണർ ആണ് അയാളെന്ന് ആ കമ്പനിയുള്ള ഒരു പാർട്ണർ പറയുകയാണെങ്കിൽ ആ പേഴ്സണും അതെന്ത് ചെയ്യില്ല? അയാൾ നിരസിച്ചില്ല. അയാളെ പറയുന്ന പേരാണത് പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. ഡസ് നോട്ട് ബ്രിങ് ക്യാപിറ്റൽ, ഇയാൾ എന്ത് ചെയ്യില്ല? ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടില്ല. അതേപോലെ ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെന്റിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ അയാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അതേപോലെ പ്രോഫിറ്റും ലോസും അയാൾ ഷെയർ ചെയ്യുന്നില്ല. അയാൾ ലാബിൾ ടു തേർഡ് പാർട്ടീസിക്ക് അയാൾ എന്താണ്? ലാബിളാണ്. പോയിന്റ്സ് ഒക്കെ ഇതും എന്താണ്? സെയിം ആണ്. പക്ഷെ ഇവിടെയുള്ള
ഈ ഒരു എന്താ ഡെഫിനിഷനിൽ എന്തുണ്ട്, ചേഞ്ച് ഉണ്ട്. പാർട്ണർ ബൈ എസ്റ്റോപ്പിൽ എന്ന് പറയുന്നത് അയാൾ സ്വയമാണ്, അതായത് ആൾ പ്രവൃത്തി മൂലമോ സംസാരത്തിലോ മറ്റുള്ളവർക്ക് ഒരു റോങ് ഇൻഫർമേഷൻസ് കൊടുക്കുകയാണ്, ആൾ കമ്പനിയുടെ പാർട്ണർ ആണെന്നത് സ്വയമാണ്. അതാണ് പാർട്ണർ ബൈ എസ്റ്റോപ്പിൽ എന്ന് പറയുന്നത്. എന്നാൽ പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത് കമ്പനിയിലുള്ള ഒരു പാർട്ണർ തന്നെ വേറൊരാള് തേർഡ് പാർട്ടിനോട് പറയാണ്, അല്ല മറ്റുള്ളവരോട് പറയാണ് ഇയാൾ എൻ്റെ കമ്പനിയുടെ പാർട്ണർ ആണെന്ന്. അങ്ങനെ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അത് ഇയാൾ എന്ത് ചെയ്തു, തേർഡ് പാർട്ടി സമ്മതിക്കുകയും ചെയ്തു. അതോടെ അയാൾക്ക് പറയുന്ന പേരാണ് പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. ഇപ്പം നമ്മൾ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സാണ് പഠിച്ചത്. 6 തരത്തിലുള്ള ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് പഠിച്ചു. ആക്റ്റീവ് ഓർ ഓസ്റ്റൻസിബിൾ പാർട്ട്ണർ, സ്ലീപ്പിംഗ് ഓർ ഡോർമെന്റ് പാർട്ട്ണർ, നോമിനൽ പാർട്ട്ണർ, പാർട്ട്ണർ ഇൻ പ്രോഫിറ്റ്സ് ഓൺലി, സബ് പാർട്ട്ണർ, പിന്നെ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ ഓർ ഹോൾഡിംഗ് ഔട്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പാർട്ട്ണർ, പാർട്ട്ണർഷിപ്പ്, ഫേംസ് നെയിം, അതേപോലെ ഈ ടൈപ്സ് ഓഫ് പാർട്ട്ണർ, ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യണത് മൈനറും മൈനറിൻ്റെ ഡ്യൂട്ടിയും അതിൻ്റെ മൈനറിൻ്റെ റൈറ്റ്സും അതിൻ്റെ ലിമിറ്റേഷൻസും ആണ്. നമ്മൾ മൈനർ ആരാ? മൈനർ എന്ന് പറഞ്ഞാൽ എന്താ, ആൻ അഗ്രിമെൻറ്റ് വിത്ത് മൈനർ ഈസ് വോയിഡ് അപ്പ് ഇനീഷ്യോ സിൻസ് എ പാർട്ട്ണർഷിപ്പ് ഈസ് ക്രിയേറ്റഡ് ആൻ അഗ്രിമെൻറ്റ് എ മൈനർ കാനോട്ട് എൻ്റർ ഇൻ ടു എ പാർട്ട്ണർഷിപ്പ്. മൈനർ എന്ന് പറഞ്ഞാൽ ആരാ? 18 വയസ്സിനും താഴെയുള്ള ആൾ. നമുക്കറിയാം മൈനറുമായിട്ടുള്ളൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് അത് വോയിഡ് അപ്പ് ഇനീഷ്യോ, തുടക്കത്തിൽ തന്നെ ആ എഗ്രിമെൻ്റ് എന്താണ്, അസാധുവാകുക പറയുന്നത്. എന്താ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, എഗ്രിമെൻറ്റിലൂടെ ക്രിയേറ്റ് ചെയ്യണതാണ് എന്ത്, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. മൈനർ കാനോട്ട് എൻ്റർ ഇൻ ടു എ പാർട്ട്ണർഷിപ്പ്, മൈനർക്ക് പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യാൻ കഴിയില്ല. കാരണം 18 വയസ്സാവാത്തവരൊക്കെ നമ്മൾ മൈനർ എന്ന് പറയും. അവർ പാർട്ട്ണർഷിപ്പുമായിട്ട് എഗ്രിമെൻറ്റിൽ ഏർപ്പെടാൻ കഴിയില്ല. കാരണം എന്താണ്, അവരുമായിട്ടുള്ള എഗ്രിമെൻറ്റ് അസാധുവാണ്. ഹി ക്യാൻ ഹൗഎവർ be admitted to the benefits of the firm with the consent of all other partners by an agreement executed between his guardian and the partners of the firm. ആൾക്ക് എന്താ, ഈ മൈനർക്ക് കമ്പനിയിൽ പാർട്ണർ ആവാൻ കഴിയും. എങ്ങനെയെന്നറിയോ? അതായത് അവൻ്റെ ഗാർഡിയനും കമ്പനിയിലത്തെ പാർട്ട്നേഴ്സും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്. ആൾക്ക് ഫേമിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നു, മറ്റുള്ള പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റും കൂടി ഉണ്ടെങ്കിൽ ആൾക്ക് എന്താകാം, എന്താ ഫേമിൻ്റെ ബെനിഫിറ്റ്സ് ആൾക്ക് ലഭിക്കും. ഹി ഹൗഎവർ admitted to the benefit of the firm with the consent of all other partner, മറ്റുള്ള പാർട്ട്നേഴ്സിന്റെ കൺസെന്റോട് കൂടി ആൾക്ക് കമ്പനിത്തെ ബെനിഫിറ്റ്സ് കിട്ടും. എങ്ങനെയാണ്? മറ്റുള്ള പാർട്ട്നേഴ്സും ആളെ ഗാർഡിയനും തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടാവണം. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, മൈനർ ആരാണ്? 18 വയസ്സ് തികയാത്ത ആൾക്കാരൊക്കെ എന്താണ്, മൈനറാണ്. മൈനറുമായിട്ടൊരു എഗ്രിമെന്റിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് വോയിഡ് അപ്പ് ഇനീഷ്യോ ആണ്. അത് തുടക്കത്തിൽ തന്നെ എന്താണ്, അസാധുവായി മാറുക ചെയ്യണത്. എന്നാൽ മൈനർക്ക് എന്താ ബിസിനസ്സിലുള്ള എന്താ ബെനിഫിറ്റ്സ് ഒക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിലുള്ള മറ്റു പാർട്ട്നേഴ്സ്, ഇപ്പോൾ അയാളൊരു എന്താ പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുകയാണ്, പക്ഷെ അയാൾ മെയിനർ ആയിട്ട് തന്നെ പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ എന്താ മറ്റുള്ള പാർട്ട്നേഴ്സ് അയാളെ ഗാർഡിയനുമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിലൂടെ മാത്രമാണ് അയാൾക്ക് എന്ത് കിട്ടുക, കമ്പനീൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുക. ഓക്കെ, നമുക്കിനി എന്താ ഈ മൈനറിൻ്റെ റൈറ്റ്സും അതേപോലെ ലയബിലിറ്റീസും പറയുന്നത് എന്താണ്, മൈനറിൻ്റെ പൊസിഷനാണ്. ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു പാർട്ട്ണറായി മൈനർ വരികയാണെങ്കിൽ അയാളുടെ പൊസിഷൻ എന്തായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ റൈറ്റ്സാണ് പറയാനുള്ളത്. റൈറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇൻ അക്കോർഡൻസ് വിത്ത് ദ എഗ്രിമെൻറ്റ് ദ മൈനർ ഹാസ് എ റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ആൻഡ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഫേം. എഗ്രിമെൻറ്റിലൂടെ എന്താണ് മൈനർക്ക് എന്തിനുള്ള റൈറ്റ്സ് ഉണ്ട്? പ്രോഫിറ്റ്സ് ഷെയർ, പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ കിട്ടാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്? മൈനർക്കുണ്ട്. He has the right to assess, inspect and copy any of the accounts of the firm. അതേപോലെ തന്നെ ആൾക്ക് എന്താ കമ്പനിയുള്ള അക്കൗണ്ട്സിൽ എന്താ അയാൾക്ക് എന്തിനുള്ള റൈറ്റ്സ് ഉണ്ട്? അത് കോപ്പി ചെയ്യാനും അസസ് ചെയ്യാനും ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ആൾക്കുണ്ട്, എന്താ മൈനർക്കുണ്ട്. He has the right to file a suit for his share of profits or the property of the firm and he is not given his due share of the profits. അയാളെ പ്രോഫിറ്റിനനുസരിച്ചുള്ള ഷെയർ അയാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, മൈനർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്കൊരു കേസ് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ്, he can become the partner of the firm on attaining majority and shall be entitled to the same share which he was getting a minor. ഇനി അയാൾ മെജോറിറ്റി എത്തിക്കഴിഞ്ഞാൽ, അതായത് 18 മുകളിലുള്ള പ്രായം അയാൾക്കായാൽ, പാർട്ട്ണർ ആവുന്ന സമയത്ത് ആൾ മൈനറും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്താ അയാളെന്തായി, ആളെ ഏജ് ആയി, മെജോറിറ്റി എത്തി, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഷെയർ എങ്ങനെയാണ്? ഹി ബിക്കം ദ പാർട്ട്ണർ ഓഫ് ദ ഫേം ഓൺ അറ്റൈൻ മെജോറിറ്റി എത്തിക്കഴിഞ്ഞാൽ അയാൾ കമ്പനിൻ്റെ പാർട്ട്ണറായി. അങ്ങനെ ആകുമ്പോൾ അയാൾക്ക് എന്ത് കിട്ടും? മൈനർ ആകുമ്പോൾ കിട്ടിയിരുന്ന ഷെയർ അതേപോലെ തന്നെ അയാൾ എന്ത് കിട്ടും? അയാൾ മെജോറിറ്റി എത്തിക്കഴിഞ്ഞാലും ആൾക്ക് കിട്ടും.
അടുത്താണ് ലയബിലിറ്റീസ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് മൈനറിന്റെ ലയബിലിറ്റീസ്? The minor partner is liable only to the extent of his share in profits and the property of the firm. അയാൾ എന്തിനു മാത്രമേ ലയബിൾ ആവുള്ളൂ? അയാളെ പ്രോഫിറ്റ്സിന് അയാളെ ഷെയറിനനുസരിച്ചുള്ള ഇനും അതേപോലെ അയാളെ പ്രോപ്പർട്ടി ഓഫ് ദ ഫേം എത്രയാണോ അത്ര മാത്രമേ ഒരു മൈനർ ലയബിൾ ആവുള്ളൂ. മൈനർ ആയ ടൈമിലാട്ടോ പറയണേ, മെജോറിറ്റിയിൽ എത്തുമ്പോഴല്ല. മൈനർ ആയ ടൈമിൽ അയാളെ പ്രോഫിറ്റിലുള്ള ഷെയറും പ്രോപ്പർട്ടി ഓഫ് ദ ഫേം അയാൾ എത്രയാണോ വെച്ചിട്ടുള്ളത് അതിനനുസരിച്ച് അയാൾക്ക് എന്തുള്ളൂ? ലയബിൾ ഉള്ളൂ. ഹി ഈസ് നോട്ട് പേഴ്സണലി ലയബിൾ ടു തേർഡ് പാർട്ടീസ്. തേർഡ് പാർട്ടീസിന് അയാൾ എന്തല്ല? ലയബിൾ അല്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടി cannot be used for payment of the firm's debt incurred during his minority. അയാളെ മൈനോറിറ്റി പീരീഡിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നും ഡെപ്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്ക് യൂസ് ചെയ്യണമെന്നില്ല, യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അയാൾക്ക് അതിനുള്ള ബാധ്യത ഇല്ല. On attaining majority, he become a partner of the firm. He shall become personally liable to third parties. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? തേർഡ് പാർട്ടീസിക്ക് അയാൾ ലയബിൾ അല്ല. എപ്പോ? മൈനർ ആയപ്പോൾ. ഇനി അയാൾ മെജോറിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾ എന്തുണ്ട്? അയാൾ ലയബിൾ ആണ്. അവർക്ക് തേർഡ് പാർട്ടീസിന് എന്തെങ്കിലും ഡ്യൂ എമൗണ്ട് കടങ്ങളുണ്ടെങ്കിൽ അയാൾ തേർഡ് പാർട്ടീസിന് എമൗണ്ട് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? മൈനറിനെ കുറിച്ചാണ് പറഞ്ഞത്. 18 താഴെയുള്ളവരൊക്കെ എന്താണ്? മൈനറാണ്. മൈനറുമായിട്ടൊരു നമ്മൾ പറഞ്ഞു പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? എഗ്രിമെന്റ് ആണ്. മൈനറുമായിട്ടുള്ളൊരു എഗ്രിമെന്റ് തുടക്കത്തിൽ തന്നെ എന്താണ്? അസാധുവായി മാറും. പിന്നെ മൈനറിന്റെ റൈറ്റ്സും അതേപോലെ മൈനറിന്റെ ലയബിലിറ്റീസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യണത് പൊസിഷൻ ഓൺ അറ്റൈനിങ് മെജോറിറ്റി. അതായത് ഒരു മൈനർ മെജോറിറ്റി എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കമ്പനിയിലുള്ള ആളുടെ പൊസിഷൻ എന്ന് പറയുന്നത്, പാർട്ട്ണർഷിപ്പിലുള്ള ആളുടെ പൊസിഷൻ. First position on attaining majority. Within 6 months of his attaining majority or his obtaining knowledge that he had been admitted to the benefits of the firm, whichever date is earlier, the minor partner has to decide whether he shall remain a partner or leave the firm. അതായത് മെജോറിറ്റി എത്തുന്നതിൻ്റെ 6 മാസം മുന്നെയോ അല്ലെങ്കിൽ ഫേമിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ അയാൾക്ക് ലഭിച്ചു എന്നറിഞ്ഞതിന് ശേഷമോ അയാൾക്ക് എന്ത് ചെയ്യാം? ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ അയാൾ തുടരണോ വേണോ എന്നുള്ളത് ഈ മൈനർക്ക് എന്ത് ചെയ്യാം? ഡിസൈഡ് ചെയ്യാന്നാണ് പറയണത്. വെൻ ഹി ബിക്കംസ് എ പാർട്ണർ, അയാൾ പാർട്ണറായിട്ട് തുടരാണെന്നാണ് തീരുമാനം എടുത്തതെങ്കിൽ he becomes personally liable to third parties for all the acts of the firm done since he was admitted to the benefits of the firm. അയാൾ പേഴ്സണലി എന്തായിരിക്കും? തേർഡ് പാർട്ടിക്ക് ലയബിൾ ആവും. കാരണം അയാൾ ഇപ്പം എന്തെത്തി? മെജോറിറ്റി എത്തിയിട്ട് അയാൾ കമ്പനിയിൽ തന്നെ നിൽക്കുകയാണ്, അതായത് പാർട്ട്ണർഷിപ്പിൽ തന്നെ തുടർന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ അയാൾ തേർഡ് പാർട്ടീസിന് അയാൾ എന്താവും? ലയബിൾ ആകും. His share in the property and profits of the firm remains the same as he was entitled as a minor. അയാൾ മൈനർ ആയപ്പോൾ എങ്ങനെയായിരുന്നോ അയാളുടെ ഫേമിലുള്ള പ്രോഫിറ്റ്സും അതേപോലെ പ്രോപ്പർട്ടിയിലുള്ള ഷെയറും എങ്ങനെയായിരുന്നോ അയാൾ മൈനർ ആയിരിക്കുമ്പോൾ അതന്നെയായിരിക്കും മെജോറിറ്റിയിൽ എത്തിയാലും. നെക്സ്റ്റ്, when he elects not to become a partner, അയാൾ പാർട്ട്ണർ ആയിട്ടല്ല എലക്ട് ചെയ്യണതെങ്കിൽ his rights and liability continue to be those of a minor up to the date of giving public notice. ഈ മൈനർ ഒരു പബ്ലിക് നോട്ടീസ് കൊടുക്കുന്നത് വരെ അയാൾക്ക് കമ്പനിയിൽ അയാളുടെ റൈറ്റ്സും ലയബിലിറ്റീസും ഉണ്ടാകും. His share is not liable for any act of the firm done after the date of public notice. ഈ പബ്ലിക് നോട്ടീസ് കൊടുത്തതിന് ശേഷം കമ്പനിയിൽ ഉണ്ടാകുന്ന ലയബിലിറ്റീസിലും ഒന്നിലും അയാൾക്ക് എന്തല്ല? അയാൾ ഷെയർ കൊടുക്കണമെന്നില്ല. ഷെയർ ഈസ് നോട്ട് ലയബിൾ ഫോർ എനി ആക്ട് ഓഫ് ദ ഫേം. കമ്പനിയിൽ നടക്കുന്ന ഏതൊരു കാര്യത്തിൻ്റെ മേലിലും അയാൾ ലയബിൾ അല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അയാൾ പാർട്ട്ണർ എന്നുള്ള പദവിയിൽ നിന്ന് അയാൾ എന്താണ്? പിന്മാറാണ്. എങ്ങനെ? ഗിവിങ് നോട്ടീസ്. അയാൾ പബ്ലിക് നോട്ടീസ് കൊടുക്കുന്നതിലൂടെ. അപ്പം നമ്മൾ ഈ ചാപ്റ്റർ ഇതോടെ ഇവിടെ കഴിയുകയാണ്. നമ്മൾ ബ്ലോക്ക് 4 യൂണിറ്റ് 12 ഡെഫിനിഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്റർ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും ഇതുവരെ എടുത്തതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ആദ്യമൊക്കെ നമുക്കിതിലൊന്ന് പറയുകയാണെങ്കിൽ നമ്മളിത് എന്തൊക്കെ പറഞ്ഞു? പേഴ്സൺസ്, അത് അസോസിയേഷൻ ഓഫ് പേഴ്സൺ പറഞ്ഞു, കോ ഓണർഷിപ്പ്, ഫേം എന്താ പറഞ്ഞു, അതേപോലെ ജോയിന്റ് ഹിന്ദു ഫാമിലി, മൈനർ പാർട്ട്ണർ എന്താ പറഞ്ഞു, അതേപോലെ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് നമ്മൾ പറഞ്ഞു, അതേപോലെ ഡിഫറൻസ് പറഞ്ഞു, പാർട്ട്ണർഷിപ്പും ജോയിന്റ് ഹിന്ദു ഫാമിലിയും, അതേപോലെ പാർട്ട്ണർഷിപ്പും കോ ഓണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു.
പിന്നെ ടൈപ്സ് ഓഫ് പാർട്ട്ണർ നമ്മൾ പറഞ്ഞു. ഈ ടൈപ്സ് ഓഫ് പാർട്ട്ണറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഡിഫറൻസും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്താ, പാർട്ട്ണർഷിപ്പ് ഇൻ പാർട്ട്ണർഷിപ്പ് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്താണെന്നുള്ളതൊക്കെ ഈ 3 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അതേപോലെ തന്നെ ഡിഫറൻസ് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ജോയിൻ ഹിന്ദു ഫാമിലിയും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.